അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഏതാനും മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം ലോകത്തുള്ള മുഴുവൻ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ യുദ്ധത്തെക്കുറിച്ച് ഇസ്ലാമും ഇസ്ലാമിൻ്റെ ശത്രുക്കളും തമ്മിലുള്ളൊരു യുദ്ധമാണെന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങളും ജൂതനും തമ്മിലുള്ളൊരു യുദ്ധമാണെന്നും അബദ്ധവശാൽ മനസ്സിലാക്കി വെച്ച വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. യുദ്ധം തുടങ്ങി 2-ാം ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖാംനഈ കൊല്ലപ്പെടുകയുണ്ടായി. സാധാരണഗതിയിൽ ഒരു യുദ്ധത്തിന്റെ പര്യവസാനത്തിലാണ് നേതാക്കന്മാരും നായകന്മാരും കൊല്ലപ്പെടുക. ഇത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറാന്റെ നട്ടെല്ലായ അവരുടെ പരമോന്നത നേതാവായ അലി ഖാംനഈ കൊല്ലപ്പെട്ടു. അയാൾ കൊല്ലപ്പെട്ടതോടുകൂടി അയാളെ മുസ്ലിങ്ങളുടെ നേതാവായും ഇറാൻ എന്ന രാജ്യത്തെ ലോക മുസ്ലിം രാജ്യങ്ങളുടെ തലപ്പത്തുള്ള രാജ്യമായും അവരോധിക്കുന്ന രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ പല മുസ്ലിങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇഖ്വാനികളും ഷിയാക്കളുമാണ് ഖാംനഈയുടെ മരണത്തിൽ ഏറ്റവും അധികം ദുഃഖിച്ച ആളുകൾ. പെറുന്ന പെണ്ണിനേക്കാളും വേദന പ്രസവമെടുക്കാൻ വന്ന പേറ്റിച്ചിക്ക് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അവസ്ഥ. ഖാംനഈ കൊല്ലപ്പെട്ടതിൽ അവർ അതീവ ദുഃഖിതരായിരുന്നു. എന്നാൽ ഈ അലി ഖാംനഈ കൊല്ലപ്പെട്ടതിൻ്റെ ആ സെക്കൻഡ് മുതൽ അതിൽ അങ്ങേയറ്റം ആഹ്ലാദിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? അത്രത്തോളം കൊടിയ ക്രൂരതകളായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്ന ഇച്ചങ്ങായി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി മുസ്ലിം ലോകങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഇയാളുടെ മരണം അറിഞ്ഞ മുതൽ സിറിയ അടക്കമുള്ള രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ അതിൽ ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്നതും ഒന്ന് കാണുക. സുഹൃത്തുക്കളെ, ഇത് സിറിയയിലെ ജനങ്ങൾ പെരുന്നാത്തലേന്ന് പെരുന്നാളിൻ്റെ അന്ന് രാത്രി പടക്കം പൊട്ടിക്കല്ല. ഇറാന്റെ പരമോന്നത നേതാവായ ഖാംനഈ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ സെക്കൻഡിൽ സിറിയയിലെ തെരുവിൽ ജനങ്ങൾ ആഘോഷം തുടങ്ങി. ലഡു കൊടുത്ത് ആഘോഷിക്കുകയാണ്, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്. എന്തായിരിക്കും മുസ്ലിങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ ലോക മുസ്ലിങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന രാജ്യമായ ഇറാന്റെ പരമോന്നത നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ആത്മീയ നേതാവ് എന്ന രീതിയിൽ അവരോധിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ മരണത്തിൽ, അതും ഇസ്ലാമിന്റെ 1-ാം നമ്പർ ശത്രുവായ ജൂതന്റെ ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ, ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുമ്പോൾ എന്തുകൊണ്ടായിരിക്കും സിറിയയിലെ ജനങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെ മീഡിയ കൊണ്ട് ചാനൽ എന്നിട്ട് ജമാഅത്തുകാരൻ ബടായി പറയുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണ്ടേ? എന്താ അതിന് കാരണം? സിറിയക്കാർ തന്നെ പറയട്ടെ. المرشد الإيراني الأعلى علي خامنئي انقتل وعم يتم انتشال جثته من تحت الأنقاض. من تحت الأنقاض عم اتذكر الأنقاض اللي كنا ننتشل جثامين أطفالنا من تحتها، أطفالنا اللي قتلوهم الإيرانيين اللي أرسلهم علي خامنئي. رأس الشر، رأس الإجرام، رأس الظلم انقتل هو ومجموعة من المسؤولين الإيرانيين، وزير الدفاع الإيراني، مستشار خامنئي للأمن القومي، قائد الحرس الثوري الإيراني وغيره من المسؤولين الإيرانيين. هدول المجرمين اللي أوغلوا بدم السوريين والعراقيين واللبنانيين واليمنيين وأوغلوا بدم العرب والمسلمين عم ينقتلوا. بعرف إنه الحرب اللي عم تصير هي حرب بين مجرمين بين بعضهم، لكن الفرح بمقتل المجرمين، الفرح بهلاك الظالمين هو سلوك فطري سليم. ما فيني إلا أفرح، وراح أفرح مرة تانية في حال انقتل مجرمين من الصهاينة. هدول المجرمين اللي كانوا عم يقتلوا السوريين والعراقيين واللبنانيين واليمنيين وكل العرب. هدول المجرمين ما في دم أغلى من دم. ما فينا غير نفرح وما فينا غير ندعي بالسلام لأهلنا بسوريا، لأهلنا العرب اللي طالتهم اليوم الصواريخ والمسيرات الإيرانية ببلدانهم بالسعودية وبقطر وبالإمارات وبالكويت وبالبحرين. السلام لكل أهلنا والعار للمجرمين اللي عم نتخلص منهم مجرم بعد الثاني. بفضل الله ما في حدا أوغل بدم السوري. കേട്ടില്ലേ? എന്താ അതൊക്കെ വർത്താനം? ഈ ഖാംനഈ കൊല്ലപ്പെട്ട അന്ന് ഇറങ്ങിയ വീഡിയോ ആണിത്. എന്താ അദ്ദേഹം പറയുന്നത്?
ഇറാനുകൾ കൊലപ്പെടുത്തിയ ഞങ്ങളുടെ പിഞ്ചു മക്കളുടെ മയ്യത്ത് കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നും പുറത്തെടുത്തിരുന്ന ദൃശ്യം ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. ഇയാൾ മരിച്ചപ്പോ എന്നിട്ട് കാംനയെ കുറിച്ച് എന്താ വിശേഷിപ്പിക്കണത്? തിന്മയുടെയും കുറ്റകൃത്യങ്ങളുടെയും അക്രമങ്ങളുടെയും തലവനായ കാംനയ് ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ പറയാ ഇപ്പോൾ ലോക മുസ്ലിങ്ങളുടെ നേതാവാണ്, ഷഹീദാണ്. ഇത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന അറിയുള്ളൂ. എന്തുകൊണ്ടാണ് കാംനയ് കൊല്ലപ്പെട്ടപ്പോ ഇവരുടെ മക്കൾ അവർ ഓർക്കാൻ കാരണം? നമ്മളെ നാട്ടിൽ പേ പിടിച്ച് നടക്കുന്ന ഒരു തെരുവ് പട്ടി നമ്മളെ വീട്ടിലെ കുട്ടിനെ കടിച്ച് കൊന്നു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ആ പട്ടി പിന്നെ ഏതെങ്കിലും വണ്ടിന്റെ അടിപ്പെട്ട് ചത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ നമ്മൾ ഓർക്കും, ഈ പട്ടി കാരനാണ് എൻ്റെ കുട്ടി മരിച്ചത് എന്നുള്ളത്. അതാണ് ഒരു മാനുഷിക വികാരാണത്. ഇവിടെ കുറച്ച് മൗദൂദികൾക്കല്ലേ ഇയാൾ വലിയ ഷഹീദും ഇസ്ലാമിന്റെ നേതാവൊക്കെ. ഇയാൾ ലോകത്ത് ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾ, എത്ര ലക്ഷം ജനങ്ങളാണ് ഇയാളുടെ നേതൃത്വത്തിൽ കൊന്നൊടുക്കിയത്. ഇദ്ദേഹം പറയുന്നുണ്ട്, സിറിയയിലും ലബനാനിലും ഇറാഖിലും യമനിലും സൗദി അറേബ്യയിലും അടക്കമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ രക്തം ചിന്തിയ ആ കുറ്റവാളികൾ ഓരോരുത്തരായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പുറത്ത് നെതന്യാഹു, ജൂത പട്ടാളം, അതും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഈ രണ്ട് കൂട്ടരുടെയും തകർച്ച ഞങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്യുന്ന പറയണത്. ആർക്കാണത് മനസ്സിലാകാത്തത്? സഹോദരങ്ങൾ, ഇത് വെറുതെ പറയല്ല. ഈ കാംനയ് കൊല്ലപ്പെട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങൾ ഓർക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അത് വെറുതെ പറയല്ല. ഒരു മനുഷ്യന്റെയും കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും പോകാത്ത കൊടും ക്രൂരതകളാണ് ഈ കാംനയുടെ നേതൃത്വത്തിൽ, ഇറാന്റെ നേതൃത്വത്തിൽ, ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇവർ ചെയ്ത ക്രൂരത കുറച്ചൊന്നല്ല. കണ്ടോളി, ഇദ്ദേഹം പറയണ്ടല്ലോ ഞങ്ങളെ മക്കളെ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ആ മക്കളെ മയ്യത്ത് കൊണ്ടുള്ള രംഗം കണ്ടോളി. الله أكبر 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 الكبار روحوا الكبار روحوا 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 الكبار هاجروا يا شباب هاجروا باشا لا تقفوا على البلوك لا تقفوا على البلوك يا اخي لا اله الا الله എന്താണോ ഇസ്ലാമിസ്റ്റുകളെ കൊണ്ടുപോണത്? പിഞ്ചു മക്കളെ മയ്യത്ത് വരിയായിട്ട് നൂറുകണക്കിന് മക്കളെ മയ്യത്താണ് കൊണ്ടുപോണത്. അത് പ്രളയം വന്നിട്ട് മരിച്ചതല്ല, കൊറോണ ബാധിച്ച് മരിച്ചതല്ല, പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചതല്ല, ഭൂമികുലുക്കുണ്ടായിട്ട് മരിച്ചതല്ല. ഈ അലി കാംനയുടെയും ഇറാന്റെയും നേതൃത്വത്തിൽ അവിടെ നടന്ന കൂട്ടക്കുരുതികൾ, പിഞ്ചു മക്കളുടെ നേർക്ക് വരെ ഇവര് സമാനതകളില്ലാത്ത ക്രൂര മനസ്സിന്റെ ഉടമകളായ ഈ ശൈത്താന്മാരെ നടത്തിയ കൂട്ടക്കുരുതകളുടെ ഇരകളാണ് മക്കള്. വരിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് മറവയ്യാണ്. എങ്ങനെയാ അവർ സന്തോഷിക്കാതിരിക്കുക ഇയാളുടെ മരണത്തിൽ? മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും സന്തോഷിക്കും. ഈ കാംനയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്ന, പ്രകടനം നടത്തുന്ന, അനുശോചനം രേഖപ്പെടുത്തുന്ന ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ കഥ നമുക്ക് വേറെ പറയാം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞിട്ടുള്ള സഹോദരങ്ങളെ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ലബനനിലെ ഒരു സുന്നി പണ്ഡിതൻ കാംനയ് മരിച്ച അന്ന് ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. والآن رأينا كيف استجاب الله لدعوات الأمهات، ولذلك الطفل الذي قال عندما كان يحتضر يوم أخرج من تحت الردم قال سأشكوكم إلى الله سأشكوكم إلى الله. أو تظنون أن الله لم يسمع شكايته وبأن الله لم يسمع أنين النساء والثكالى؟ لا والله، هؤلاء الذين أنوا وبكوا وناحوا من الظلم الذي وقع عليهم على سنوات لا يمكن لهم إلا وأن يروا بأم أعينهم كيف ينتقم الله ممن ظلمهم. فلذلك أنتم الآن تلطمون فالطموا لتشبعوا.
نسأل الله أن تبقى الأتراح والأحزان في دياركم مستمرة. فلقد بكينا كثيرا ودفنا أحبابا تحت التراب كثر. والله عز وجل ليس بظلام للعبيد، وإن لكل ظالم نهاية، وإن لكل ظالم يوما، سواء كان بأيدينا أو بأيدي غيرنا، فإن الله يسلط الظالمين على الظالمين ويسلط ظالما على ظالم. فما حدا يزعل، ما بدي زعل. كنتوا تحكوا وتفرحوا وترقصوا وتذكرونا بشو؟ المجد البراميل. نسيتوها؟ نحن ما نسيناها، نحن ما نسيناها. لما كنتوا تاكلوا الحلويات والبراميل ترمى علينا من الطائرات، نسيتوها؟ احنا ما بننساها. الأسى ما بيتنسى، فلذلك دماؤنا غالية علينا. ونختم بما قلناه عن الإمام الأوزاعي: إن شاء الله هلك فاجر فالحمد لله، وإن شاء الله يهلك الفاجر الآخر من نتنياهو عما قريب ومن معه، فنقول الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم لا ترفع لظالم راية ولا تحقق له غاية، واجعلهم إلهنا لمن خلفهم آية، والحمد لله رب العالمين. ഇവിടെ ചാനലിൽ നിന്ന് സർവ്വിത സർവണം നടത്തുന്ന ബഡായി പറയുന്ന കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളും അവരുടെ ആ ബഡായിൽ വഞ്ചിതരായ അവർ അനുകൂലിക്കുന്നവരും ഇത് കണ്ണു തുറന്ന് കാണണം, ചെവി തുറന്നു വെച്ച് കേൾക്കണം. ആരാണ് ഇദ്ദേഹം? ലബനാനിലെ ഒരു പണ്ഡിതനാണ്, ഷെയ്ഖ് ഹസൻ മുർഅബ്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ലബനാനിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ തമ്മാടികളുണ്ടല്ലോ, ഈ കാംനയുടെ വളർത്തുപട്ടിയായ ഹിസ്ബുള്ള, ഈ ഹിസ്ബുള്ള ലബനാനിലെ പിഞ്ചുമക്കളെ ക്രൂരമായി കൊന്നൊടുക്കിയപ്പോ അവിടുത്തെ ഒരു കുട്ടി ഈ ഹിസ്ബുള്ളയുടെ സൈനികനായ ഒരു തമ്മാടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്: നിന്നെക്കുറിച്ച് ഞാൻ എൻ്റെ റബ്ബിനോട് ആവലാതി പറയും. ആരാരും സഹായിക്കാനില്ലാതെ, തുണയില്ലാതെ ഈ അക്രമികളുടെ കൊടും കിരാത ക്രൂരതകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്നൊരു വാചകമാണത്. കേട്ടോ, നിന്നെക്കുറിച്ച് ഞാൻ എൻ്റെ റബ്ബിനോട് ആവലാതി പറയും. ആ പ്രാർത്ഥന റബ്ബ് കേട്ടിട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്നാണ് ഈ പണ്ഡിതൻ ചോദിക്കുന്നത്. അവന്റെ ആവലാതി അള്ളാഹു കേട്ടിട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സ്ത്രീകളുടെയും മക്കൾ നഷ്ടപ്പെട്ട മാതാക്കളുടെയും തേങ്ങലുകൾ അള്ളാഹു അറിഞ്ഞിട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്താ ആ ചോദ്യത്തിന്റെ ഒക്കെ കനം? വർഷങ്ങളോളം തങ്ങളെ പീഡിപ്പിച്ചവരോട് അള്ളാഹു എങ്ങനെ പ്രതികാരം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയാണ്, ഇപ്പോൾ ആ അക്രമികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വേണ്ടുവോളം കരഞ്ഞോളൂ, ഇഷ്ടം പോലെ കരഞ്ഞോളൂ. നിങ്ങളുടെ ഭവനത്തിൽ സങ്കടങ്ങളും ഏങ്ങലുകളും ആർത്തനാദങ്ങളും തുടരാൻ വേണ്ടി ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്കെതിരെ നിങ്ങൾ അക്രമം നടത്തിയപ്പോൾ നിങ്ങൾ മധുരപലഹാരം വിതരണം ചെയ്ത് ആഘോഷിച്ചവരാണ്. അന്ന് നിങ്ങൾ ചിരിച്ചിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊള്ളുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയാണ്, അള്ളാഹു അക്രമികൾക്ക് മീതെ മറ്റൊരു അക്രമിയെ അധികാരപ്പെടുത്തും. എന്നിട്ട് ഒരു അക്രമിയെ മറ്റൊരു അക്രമിയെ കൊണ്ട് അള്ളാഹു നശിപ്പിക്കും. അവസാനം ആ അക്രമിയെ നശിപ്പിക്കും. ഇപ്പതാ ഏറ്റവും വലിയ അക്രമികളുടെ നേതാവായ കാംനയാണ് ജീവൻ പോയത്. ഇനി ഇവന്റെയും തലതൊട്ടപ്പനായ ഇവനെക്കാളും മൂത്ത വേറൊരു അക്രമി ഉണ്ടല്ലോ, ആര്? നെതന്യാഹു എന്ന തമ്മാടി. അവനും ചാകണം. അവന്റെ ചാവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകത്തെ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങള്. അതിൽ സംശയമൊന്നുമില്ല. സഹോദരങ്ങളെ, എന്തുകൊണ്ടായിരിക്കും ഇതുപോലെയുള്ള ഈ ലബനാനിലെ ഈ പണ്ഡിതനെ പോലെയുള്ള ആളുകൾ ഇത്രത്തോളം വൈകാരികമായി സംസാരിക്കാൻ കാരണം? ഈ ലബനാനിലും സിറിയയിലും യമനിലും ഇറാഖിലും ഒക്കെ ഇവർ നടത്തിയ നരനായാട്ട് അത്രയും ഭീകരമാണ്. ഇവിടുത്തെ ജൂത സയനിസ്റ്റുകൾ ഇത്രയും കാലം നടത്തിയിട്ടില്ല, അമേരിക്ക നടത്തിയിട്ടില്ല. അതിൻ്റെയൊക്കെ എത്രയോ 10 ഇരട്ടി 50 ഇരട്ടി പീഡനങ്ങളും ക്രൂരതകളുമാണ് ഈ ഇറാന്റെ നേതൃത്വത്തിൽ, ഈ കാംനിയുടെ നേതൃത്വത്തിൽ സിറിയയിലും ലബനാനിലും ഒക്കെ നടന്നത്. ഇതാ ഇവർ തകർത്ത സിറിയന്റെ കോലെന്ന് കണ്ടോ നിങ്ങൾ? يا ذاك
يا ذاكر الأصحاب كن متأدبا واعرف عظيم منازل الأصحاب هم صفوة رفعوا بصحبة أحمد وبذاك قد خصوا من الوهاب يا ذاكر الأصحاب كن متأدبا واعرف عظيم منازل الأصحاب هم صفوة رفعوا بصحبة أحمد وبذاك قد خصوا من الوهاب هم ناصروا المختار في تبليغه. എന്താണിതൊക്കെ കോലം? ഫലസ്തീനിലെ ഗസയിലെ ഇത്തരം കെട്ടിടങ്ങളും ഇത്തരം കാര്യങ്ങളും കാണിച്ചിട്ട് വികാരം കൊള്ളുന്ന കുറെ വികാരജീവികൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയിടോ ഓലൊക്കെ? അവരാരെങ്കിലും ഈ സിറിയയുടെ ഇന്നത്തെ അവസ്ഥ നോക്കിയിട്ട്, ലെബനനിലെ ഈ അവസ്ഥ നോക്കിയിട്ട്, ഇറാഖിലും യമനിലും നടത്തിയ ക്രൂരതകൾ കണ്ടിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഇറാനെതിരെ ഈ ഷിയാക്കൾക്കെതിരെ കാമാന്ന് വായ തുറന്നിട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും ചെയ്യുമ്പോൾ മാത്രമൊരു വേദന? അപ്പൊ നിങ്ങളെ സമുദായ സ്നേഹമല്ല നിങ്ങളെ പ്രശ്നം, നിങ്ങൾക്ക് വേറെ ചില താല്പര്യങ്ങളുണ്ട്. സിറിയ തരിപ്പണമാക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടും. അവിടെ ഇവർ ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. ഇവർ കാളകൂട്ട് കണ്ടത്തൊക്കെ കാളനെ ഇറക്കിയമാരി കണ്ട് മെതിച്ച് ചവിട്ടി മെതിച്ച് തരിപ്പണമാക്കിയിട്ട് കൃഷിയിടങ്ങൾ ഉഴുതുമരിച്ച പോലെയാണ് ബിൽഡിംഗ് ഒക്കെ ഇറാന്റെ നേതൃത്വത്തിൽ സിറിയയിൽ തകർത്തത്. കണ്ടു നോക്കി. وستدفعون دماءنا أضعافها يوم بيوم والدماء استحقاق والحياة بقولنا والحياة بقولنا കാംനയുടെ പേരും പറഞ്ഞ് വികാരം കൊള്ളുന്ന, കാംനയുടെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി കാംനയെ മുസ്ലിം നേതാവായി അവരോധിച്ചുകൊണ്ട് കാംനയ്ക്കും വേണ്ടി അലമുറയിടുന്ന ഇവിടുത്തെ വികാരജീവികൾ കാണുന്നത് ഇതേ കാംനയുടെ നേതൃത്വത്തിൽ ഇറാന്റെ പിന്തുണയോടുകൂടി ഇറാനടക്കം അറിഞ്ഞുകൊണ്ട് സിറിയയിൽ നടത്തിയ നരനായാട്ട് അവിടുത്തെ ബിൽഡിങ്ങുകളും ഹോസ്പിറ്റലുകളും അവിടുത്തെ സ്കൂളുകളും എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന ദൃശ്യമാണത്. ആരാ അതിന്റെ പിന്നില്? ബഷാറുൽ അസദ്. ആരാ ബഷാറുൽ അസദ്? ഇവരെ സീമന്തപുത്രൻ. ആരുടെ? ഈ കൊല്ലപ്പെട്ട കാംനയിന്റെ. കണ്ടു നോക്കി ഇവർ തമ്മിലുള്ള ബന്ധം. എന്നിട്ട് അവർ ചെയ്യുന്ന ക്രൂരതകളും നരനായാട്ടുകളും പേക്കൂത്തുകളും അതും കണ്ടു നോക്കി. بشار الأسد في طهران حدث الاستراتيجي الأكثر أهمية في المنطقة هي الزيارة الأولى منذ اندلاع الثورة في سوريا، زيارة التقى فيها المرشد الأعلى للجمهورية الإسلامية علي خامنئي. والدمار بشامنا 50 عاما للفساد. وين ابوه؟ وين ابوهم؟ على ابوه. الدمار بشامنا 50 عاما للفساد نفاق والساعة يا قاتل الأطفال طوبى للعدا കണ്ടില്ലേ? രണ്ട് ശൈത്താന്മാരും കൂടി കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പങ്കുവെക്കാണ്. ഈ സിറിയയിലും ലെബനനിലും ഇറാഖിലും യമനിലും ഇവര് നടത്തിയ കൂട്ടക്കുരുതികളാണ് ഇതൊക്കെ. ബഷാറുൽ അസദും കാംനയാണ് നിൽക്കുന്നത്. മനസ്സിലായോ? സിറിയയിലൊക്കെ ആരുടെ നേതൃത്വത്തിലാണ് നടന്നറിയോ? ഈ കാംനയുടെ വലം കൈയായിരുന്ന കാസിം സുലൈമാനി എന്ന് പറഞ്ഞൊരു ശൈത്താണ്ടായിരുന്നു. ഓൻ കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ട്രംപിന്റെ മിസൈൽ ആക്രമണത്തിൽ ചത്തുപോയത്. അതിന് അനുശോചനം രേഖപ്പെടുത്തുന്നു കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകള്. അവൻ ചെയ്ത ക്രൂരതകള്. ഈ കാസിം സുലൈമാനി എന്ന് പറയുന്ന ശൈത്താന് ഇറാൻ ഭരണകൂടത്തിലെ സൈനിക മേഖലയിലെ രണ്ടാമനാണ്. ഈ കാംനയുടെ വലങ്കൈ എന്ന് പറയാം. സിറിയയിൽ ഈ ചെന്നായ്ക്കൾ 6 ലക്ഷം മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കിയത്. അത്രത്തോളം നരനായാട്ട് ഇസ്രയേൽ ഇന്ന് വരെ നടത്തിയിട്ടില്ല. 6 ലക്ഷം സ്ത്രീകളെയും വൃദ്ധന്മാരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയുമാണ് ഇവന്മാർ, ഈ തമ്മാടികൾ, ഈ ചെന്നായ്ക്കൾ കൊന്നൊടുക്കിയത്. ഇയാളുടെ മരണത്തിലും കേരളത്തിലെ ജമാഅത്തുകാർ ദുഃഖം രേഖപ്പെടുത്തുകയും അമേരിക്കൻ നടപടിക്കെതിരെ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി എന്നാണ് അവർ ഈ ചെങ്ങായിനെ, ഈ ശൈത്താനെ വിശേഷിപ്പിച്ചത്. മനസ്സിലായോ? അല്ലട നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള കുഴപ്പം? ഒന്ന് പറഞ്ഞരി. സാമ്രാജ്യത്വ ശക്തികൾ നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ പിടിച്ചുണ്ടോയോ? ഈ കേരളത്തിലുള്ള ഇഖ്വാനികളെ
അതോ നിങ്ങളെ വീടിന്റെ അതിര് തിരക്കിയിട്ട് ഒരു 5 സെന്റ് സ്ഥലം കൊണ്ടുപോയോ? എന്താണ് സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള നിങ്ങൾ കാണുന്ന പ്രശ്നം? മുസ്ലിം രാജ്യങ്ങളിൽ അവർ കടന്നു കയറുന്നു, മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു, അതാണ് സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള കുഴപ്പം. എടോ, അതേ പണിയല്ലേ ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാംനയുടെ വലം കൈയായിരുന്ന ഈ കാസിം സുലൈമാനിയും ഇവരടക്കമുള്ള ദജ്ജാലുകൾ, പിശാചുക്കൾ മുസ്ലിം ലോകത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ 10-1 ഇസ്രായേലും അമേരിക്കയും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് അവന്മാര് നല്ലവരാണെന്നല്ല പറയണത്, അത് വേറെ പിശാചുക്കൾ. പക്ഷെ അവന്മാർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇസ്രായേൽ എന്നത് എല്ലാവർക്കും അറിയാം. ഇവർ ഇസ്ലാമിന്റെ രക്ഷകരാണത്രേ. അതാണ് അവിടുത്തെ മൗദൂദിസ്റ്റുകളുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും വിശേഷണം. ഇസ്ലാമിന്റെ രക്ഷകർ, സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾ. എന്നിട്ട് ഉമ്മാര് ചെയ്യണതോ? അതോ ഈ മുസ്ലിം നാമധാരികളായി ഉമ്മാര് മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാണോ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ വീക്ഷണം? തന്നെ ഇവന്മാരുടെ ഇടപെടൽ മൂലം ഇറാഖില് 3 ലക്ഷം പേരാണ് മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. മനസ്സിലായോ? യമനില് 4 ലക്ഷത്തോളം മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. സിറിയയിൽ 6 ലക്ഷത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിൽ വയസ്സായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, പിഞ്ചുമക്കളുണ്ട്, പിച്ച വെച്ച് നടക്കുന്ന മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. കൂട്ടക്കുരുതി നടത്തി. ആ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത കാസിം സുലൈമാനി കൊല്ലപ്പെട്ടപ്പോൾ അവനും വേണ്ടി മുതലക്കണ്ണീരൊഴുക്കിയവരാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ. മനസ്സിലായോ? ആർക്കാണോ അതിലൊക്കെ ദുഃഖമുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവന്മാരുടെയൊക്കെ മരണം ഞങ്ങൾ നോക്കിക്കാണുന്നത് നാടിനും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും ശല്യമായി പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന പേപ്പട്ടി ഉണ്ടല്ലോ, ആ പേപ്പട്ടി കുറെ ആളുകൾ കടിച്ചിട്ടുണ്ട്. അവസാനം ആ പേപ്പട്ടി വണ്ടി തട്ടി ചത്തു. അത്രേ ഞങ്ങൾ കണക്കൂടണുള്ളൂ. ഈ കാംനയുടെ കാര്യത്തിലാണെങ്കിലും കാസിം സുലൈമാന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ മാത്രമേ ഞങ്ങൾ ഇതിനെ നോക്കി കാണുന്നുള്ളൂ. സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളാണ് അത്ര പേരൊക്കെ. എന്നു മുതൽ, എപ്പോൾ മുതൽ, എന്തുകൊണ്ട്? അതൊക്കെ ഒന്ന് പറയ്. ഇവന്മാര് സാമ്രാജ്യത്വ ശക്തികളായ അമേരിക്കയുമായി ഇവന്മാര് കൂട്ടുകൂടിയിട്ടില്ലേ? മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ? ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് നജാദ് തന്നെ പറയട്ടെ, اینها اینقدر پررو هستند. در افغانستان باشون همکاری شد، در عراق باشون همکاری شد، در هسته‌ای هر تحمیلی کردن پذیرفته شد. بعد آقای بوش اومد با پررویی گفت ایران محور شرارت است. بعد از اون همکاری ها എന്തായി പറഞ്ഞതെന്നറിയോ? അമേരിക്കക്കാർ നന്ദി കെട്ടവന്മാരാണ്. എന്തുകൊണ്ട്? അഫ്ഗാനിലും ഇറാഖിലും മനുഷ്യരെ കൂട്ടക്കുരുതി നടത്താൻ നമ്മൾ ഓലെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓലിപ്പോൾ നമ്മളോട് നന്ദി കാണിക്കണില്ല. നമ്മളെ കുറിച്ച് അവർ പറയുന്നത് നമ്മൾ തിന്മന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കെതിരെ തിരിയുകയാണ് എന്നാണ് ഇയാളുടെ കുമ്പസാരം. നമ്മൾ ഓർക്ക് കുറെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ എങ്ങനെ? അമേരിക്കക്കാർ പട്ടിണി കിടക്കുമ്പോൾ വെള്ളം ഭക്ഷണം കൊണ്ടേ കൊടുത്തല്ല. അഫ്ഗാനിസ്ഥാൻ തകർക്കാൻ, ഇറാഖ് തകർക്കാൻ അമേരിക്കക്ക് കൂട്ടുനിന്നു ഈ പറയുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾ എന്ന് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്ന ഈ ഇറാൻ എന്ന് മുതലാണ് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളായത്. എടോ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അത് അള്ളാഹുവിന്റെ നിയമമാണ്. ഇവന്മാർ ഈ മുസ്ലിം ലോകത്ത് കാണിച്ചു കൂട്ടിയ തമ്മാടിത്തങ്ങൾ, അക്രമങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ കിരാത നടപടികൾ, അത് അതുപോലെ തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആർക്ക് ദുഃഖം? എന്തിനു ദുഃഖം? എന്നിട്ട് ഈ ശൈത്താൻമാർ, ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഹിസ്ബു ശൈത്താൻ ഉണ്ടല്ലോ, അതിന്റെ നേതാവുണ്ടായിരുന്നല്ലോ ഹസൻ നസ്റുള്ള എന്ന് പറയുന്ന നസ്രു ശൈത്താന്. അവനാണ് ലബനാനിലൊക്കെ സുന്നി മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്താൻ നേതൃത്വം കൊടുത്ത വേറെ ശൈത്താനാണ് അവനൊക്കെ. എന്നിട്ട് സിറിയയിലെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ അവരുടെ സ്വത്തും സമ്പത്തും വീടും സ്ഥലവും ബിസിനസ്സും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ഓടി രക്ഷപ്പെടുകയാണ്. അഭയാർത്ഥികളായിട്ട് ലബനാനിൽ പോകുമ്പോൾ ഈ ശൈത്താണ്ടല്ല ഹസൻ നസ്റുള്ള എന്ന് പറയുന്ന ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ സീമന്തപുത്രൻ, ഇറാന്റെ സീമന്തപുത്രൻ, അവൻ TV ചാനൽ വന്ന് ചിലക്കാണ് ചിരിച്ചുകൊണ്ട്. എന്ത്? അഭയാർത്ഥികളായി വന്ന സിറിയക്കാരോട് പറയണേ, നിങ്ങൾ കടലിൽ ചാടിക്കോളി, കടലിൽ കപ്പലാക്കി മാറ്റിക്കോളി, നിങ്ങൾ കടലിൽ ചാടി മരിച്ചോളി എന്നാവൻ പറയണത്. എടോ, അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ വർത്താനാണോ അത്? അവിടെ കാംനയുടെ സഹായത്തോടുകൂടി, പിന്തുണയോടുകൂടി കാസിം സുലൈമാനിയും ബഷാർ അൽ അസദും കൂടി സിറിയയിലെ ലക്ഷക്കണക്കിനായ സുന്നി മുസ്ലിങ്ങളെ കൊന്നൊടുക്കുക. പ്രായഭേദമന്യേ വയസ്സായവരും പിഞ്ചുമക്കളെയും എല്ലാവരും കൊന്നൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ സാധുക്കൾ ജീവൻ കയ്യിൽ പിടിച്ച് മരണപ്രായത്തോടുകൂടി അഭയാർത്ഥികളായിട്ട് ലബനനിലെത്തുക. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് കാംനയുടെ മറ്റൊരു സീമന്തപുത്രൻ പറയാണ്, നിങ്ങൾ കടലിൽ ചാടിക്കോളീൻ. ഇതൊന്നും ഇവിടെ ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ആഗോള ചലനങ്ങൾ, ആഗോള മരത്തിൽ നിന്നും ഒരു പഴുത്ത ഇല വീണാൽ അത് പിച്ചിപ്പളിച്ച് കീറിപ്പളിച്ച് അതിന്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യുന്ന മീഡിയ ഒന്നും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? നിങ്ങളെ കണ്ണുന്ന ഒരു തുള്ളി കണ്ണീര് വീണൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളെ കണ്ടമിടറിയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ.
നിങ്ങളൊരു അനുശോചനം പോലും രേഖപ്പെടുത്തിയത് കേരളത്തിലെ മുസ്ലിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. എവിടെയായിരുന്നു നിങ്ങൾ? എന്തായിരുന്നു നിങ്ങളെ അവർക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നതിൽ നിന്നും തടഞ്ഞ ചേതോവികാരം എന്തായിരുന്നു? നിങ്ങൾ പറയണങ്ങള്, നിങ്ങൾ വലിയൊരു മുസ്ലിം സംരക്ഷകര്, നിങ്ങൾ വലിയൊരു സാമ്രാജ്യത്വ വിരുദ്ധര്. കണ്ടു നോക്ക്, അന്ന് ഈ ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഈ പിശാജ് പറഞ്ഞ വർത്താനാണത്. നിങ്ങൾ കടലിൽ ചാടിക്കോളീൻ. كمن وجد حلا نهائيا لأزمة النازحين السوريين في لبنان، ظهر زعيم حزب الله قائلا: هذا البحر أمامكم فاتخذوه سفنا واركبوه. لنكن أمام قرار وطني يقول فتحنا البحر. أيها النازحون السوريون، أيها الإخوة، كل من يريد أن يغادر إلى أوروبا إلى قبرص، هذا البحر أمامكم فاتخذوه سفنا واركبوه. رسالة واحدة ألصق عليها نصر الله عناوين عدة إلى اللاجئين السوريين أن لبنان لم يعد قادرا على التكفل بهم، وإلى الأوروبيين مناورة للضغط لا يدرك بعد مآربه فيها. ركب حزب الله موجة سياسية جديدة تثار بشأنها أسئلة عديدة، أتراها تبتغي تضامن الشارع اللبناني أم الحكومة السورية؟ قد يكون من بين حسابات حزب الله خشية من أزمة ديمغرافية تلقي بثقلها على موازين القوى والوجود، حيث يشكل السوريون سدس تعداد سكان لبنان وجلهم من السنة. കേട്ടില്ലേ? ആ ശൈത്താൻ പറയണ എന്ത്? ചിരിച്ചുകൊണ്ടാ പറയണത്. TV ചാനലിൽ ചിരിച്ചുകൊണ്ട് അഭയാർത്ഥികളോട് പറയണ, നിങ്ങൾ കടലിൽ ചാടിക്കോളി, കടലിൽ നിങ്ങൾ ഒരു കപ്പലാക്കി മാറ്റിക്കോളി. കണ്ടില്ലേ? ആളുകൾ വണ്ടിയിൽ കുത്തി നിറച്ചിട്ട് പോകുന്നത് സ്വിറ്റ്സർലൻഡിലേക്കും സിംഗപ്പൂർക്കും അവധിക്കാലം ആഘോഷിക്കാൻ പോവില്ല. ഈ കാംനയുടെ വലം കൈയും ഇടം കൈയുമായിരുന്ന കാസിം സുലൈമാനിയും ബഷാർ അൽ അസദും സിറിയയിലെ ജനങ്ങളെ കൂട്ടക്കൊല നടത്തിയപ്പോ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന സാധുക്കള് അവരോടാ പറഞ്ഞ കടലിൽ ചാടിക്കോളീൻ. ഇതൊന്നും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രശ്നമല്ല. ഓർക്ക് ഷിയാക്കൾ എന്ത് തമ്മാടിത്തം ചെയ്താലും കുഴപ്പമില്ല. ഓർക്ക് ഈ ഷിയാക്കൾ സഹാബത്തിനെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ ഉമ്മ ആയിഷബിയെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല, സഹാബത്തിനെ മൊത്തം കാഫിറാക്കാലും കുഴപ്പമില്ല. എന്നാലും ഓല് ഇസ്ലാമിന്റെ നേതാക്കന്മാരെന്നെ. ഇത്രത്തോളം നിലപാടില്ലാത്ത ആദർശമില്ലാത്തൊരു ടീം ഈ ഇസ്ലാമിസ്റ്റുകളെ പോലെ ഇത്രക്കായിട്ട് അവന്മാർ ന്യായീകരിച്ചു കൊണ്ടിരിക്കണം ഇറാനെ. ഇറാൻ GCC മൊത്തം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലോ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനൊരു ന്യായീകരണം ആര്? ജമാഅത്തെ ഇസ്ലാമിന്റെ താത്വികാചാര്യൻ സീദാവൂദ് മീഡിയ 1 ചാനലിൽ നിന്ന് കണ്ട് ചിലക്കുന്നു കേട്ടോളി. ഫാം ജുമൈറ അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അല്ല ബുർജുൽ അറബ് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. എന്തിനാണത്? അത് ഏതെങ്കിലും ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ ആണോ? അപ്പോൾ ബുർജുൽ അറബ് എന്ന് പറയുന്നത് ഐക്കോൺ, ദുബായിയുടെ ഐക്കോണാണ്. അവിടെ അത് തകർക്കുന്നില്ല, ചുമ്മാ ഒരു ഡ്രോൺ അവിടേക്ക് പോവുകയാണ്. എന്താണ് ബുർജുൽ അറബ് എന്ന് പറഞ്ഞാൽ പഴയ ബുർജുൽ അറബ് അല്ല, ദുബായ് എന്ന് പറഞ്ഞാൽ പഴയ ദുബായ് അല്ല, അത് സേഫ് ഹെവൻ അല്ല, അതൊരു സേഫ് ഒയാസിസ് അല്ല എന്നൊരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തിനാണ് ഇറാൻ അത് ചെയ്യുന്നതിനെ കുറിച്ച് ഇറാൻ്റെ IRGCയുടെ കമാൻഡർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഇതാ സഖത്തു സതസ്ഖുതു മഅ എന്നാണ്. ഇഫ് ഐ ഫാൾ യു വിൽ ഫാൾ വിത്ത് മീ. ഞാനായിട്ട് വീഴാൻ പോകുന്നില്ല. ഇഫ് ഐ സിങ്ക് യു വിൽ സിങ്ക് വിത്ത് മീ. ഇതാണ് ഇറാൻ്റെ തിയറി, ബേസിക്. ഈ പറയുന്ന ഇപ്പം നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ബേസിക് തിയറി എന്ന് പറയുന്നത്. യു ആർ ടോക്കിംഗ് അബൌട്ട് റെജീം കൊളാപ്സ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് റീജിയൻ കൊളാപ്സ് എന്നാണ്. നിങ്ങൾക്ക് റെജീം കൊളാപ്സാണ് വേണ്ടതെങ്കിൽ സംഭവിച്ചേക്കാം, പക്ഷെ അത് മാത്രമായി സംഭവിക്കില്ല. എന്താണ് സംഭവിക്കുക? ഈ മേഖല തന്നെ പൊളിയും. അങ്ങനെ പൊളിഞ്ഞുകൊണ്ടേ ഇത് നടക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇറാന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. എന്താ ന്യായീകരണം നോക്കണം. ആദ്യം ഉമ്മാർ പറഞ്ഞു എന്താണെന്നറിയോ? ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിലേക്ക് മാത്രമാണ് ഇറാൻ മിസൈൽ വിടുന്നത്, ബാക്കിയുള്ളവരൊന്നും പേടിക്കണ്ട എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ പറയാണ് എന്ത്? ഇപ്പൊ ബുർജറബുക്കും അവിടേക്കൊക്കെ മിസൈൽ വിടുന്നുണ്ട്. എന്നിട്ട് ഇറാന്റെ നേതാവ് പറയണത്രേ, ആ ഭാഷ അടക്കം ദാവൂദ് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? ഇതാ സത്തസ്കൊത്തമായി, ഞങ്ങളായിട്ട് മാത്രം മുകൂല, നിങ്ങളും പെടും, എല്ലാവരും ഞങ്ങൾ നശിപ്പിക്കുന്ന പറയണത്. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളിലേക്ക് ഇവന്മാർ ഈ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്നത്? അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിന്റെ പേരില. അതൊക്കെ വരും ഇൻഷാ അല്ലാഹ്, നമുക്ക് പറയാം. അപ്പൊ ന്യായീകരിച്ച് വെള്ള പൂശി വെളുപ്പിക്കന്നെ ഇവന്മാർ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഏറ്റെടുത്ത ദൗത്യമാണ്. എങ്ങനെയെങ്കിലും ഇറാൻ എന്ത് തെമ്മാടിത്തം ചെയ്താലും ഇറാനെ വെളുപ്പിച്ചേ ഞങ്ങൾ അടങ്ങൂ. സൗദി അറേബ്യന്റെ കണ്ണിൽ എന്തെങ്കിലും ചെറിയ കരടുണ്ടാ തപ്പി നടക്കുകയാണ് കുറ്റം കണ്ടെത്താൻ അറബ് രാജ്യങ്ങളെ. എന്നാൽ ഇറാനോ എന്ത് അക്രമം ചെയ്താലും എന്ത് തെമ്മാടിത്തം ചെയ്താലും ഇവന്മാർ അതിനെതിരെ കാമാന്നും ഉണ്ടൂല. ഇവർക്ക് എന്ത് ആദർശം? ആരോടാണ് ഇവന്മാർക്ക് കൂറ്? ഇവിടുത്തെ ഷിയാക്കളോടോ അതോ സുന്നികളോടോ? റസൂലിന്റെയും സഹാബത്തിന്റെയും പാതയിലൂടെ ആ ആദർശത്തിലൂടെ പോകുന്ന സുന്നികളോടാണോ ഇവർക്ക് കൂറ്? അതോ റസൂലുള്ളാഹിന്റെ സഹാബത്തിനെയും ഭാര്യമാരെയും തെറി പറയുന്ന ഷിയാക്കളോടാണോ ഇവന്മാർക്ക് കൂറ്? ഇവർ തുറന്നു പറയണത്. നിങ്ങൾ ഈ മയഞ്ഞലിന്റെ മാതിരി ഒരു ഭാഗത്ത് വരുമ്പോൾ വാല് കാണിച്ചു കൊടുക്കുക, ഞങ്ങൾ മീനിന്റെ കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ്, മറ്റൊരുത്ത് വരുമ്പോൾ തല കാണിച്ചു കൊടുക്കുക, ഞങ്ങൾ പാമ്പുകളെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ പരിപാടി നിർത്തണങ്ങൾ.
എന്നിട്ട് ഇവന്മാർ ആദ്യം പറഞ്ഞിരുന്നത് ഇറാൻ ആക്രമിക്കുന്നത്, ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നത് അമേരിക്കയുടെ സൈനിക താവളം ഉള്ളത് കൊണ്ടാണ് തന്നെ. അങ്ങനെയാണെങ്കിൽ അമേരിക്കന്റെ സൈനിക താവളമുള്ള വേറെ എത്ര രാജ്യങ്ങളുണ്ട്? ഇറാന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അസർബൈജാനിലില്ലേ, എന്താ അവിടെ ആക്രമിക്കാത്ത? ഇറാഖിലില്ലേ, എന്താ അവിടെ ആക്രമിക്കാത്ത? പേരിന് 1-2 പടക്കം, ഏറുപടക്കം എന്തോ ഇറാഖിലേക്ക് എറിഞ്ഞെന്ന് പറഞ്ഞു കേൾക്കണോ? അതല്ലാതെ അവിടെ കാര്യമായിട്ട് ആക്രമണം അവർ നടത്തിയിട്ടില്ലല്ലോ. തൊട്ടടുത്ത രാജ്യങ്ങളാണല്ലോ. അപ്പൊ അവിടെയൊക്കെ ഇവരെ കൂട്ടാളികളായ ഷിയാക്കളാണ് അവിടെയൊക്കെ ഭരണം നടത്തുന്നത്. അവിടെയൊക്കെ മിലിറ്ററി ക്യാമ്പുകളും ഉണ്ട്. അവർക്കൊന്നും ആക്രമിക്കണില്ല. മാത്രമല്ല, ഇവർക്ക് ഇസ്രായേലിനെ തകർക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കല്ല. അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് ജോർജിയ വഴി തുർക്കിയിലെ ജയ്ഹാൻ തുറമുഖത്ത് എത്തുന്ന BTC പൈപ്പ് ലൈൻ ഉണ്ട്. എന്താണെന്നറിയോ? ഇസ്രായേലിന്റെ ജീവനാഡിയാണത്. ഇസ്രായേലിന് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 90% വരെ വരുന്നത് ഈ പൈപ്പ് ലൈൻ വഴിയാണ്. ഇത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ തകർന്നു. അങ്ങോട്ടൊന്നും വരെ നോട്ടില്ലട്ടോ. ഇവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇറാന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. അതൊന്നും ചെയ്യാതെ അറബ് രാജ്യങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. എന്താണ് അതിന് കാരണം? ഇന്ന് വരെ സൗദിയിൽ നിന്നോ UAEയിൽ നിന്നോ അവരുടെ മിലിറ്ററി ക്യാമ്പിൽ നിന്നും ഏതെങ്കിലും ഒരു മിസൈൽ ഇറാനിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും എന്തുകൊണ്ട് അവർ അറബ് രാജ്യങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു? മാത്രമല്ല, ഈ യുദ്ധം വരുന്നതിന് മുൻപ് എത്ര പ്രാവശ്യം സൗദി അറേബ്യയുടെ പരിശുദ്ധ ഹറം ലക്ഷ്യമാക്കി, കഅബ ലക്ഷ്യമാക്കി ഈ ഹൂത്തികൾ, ഇറാന്റെ പിന്തുണയുള്ള ഈ ഹൂത്തികൾ എത്ര പ്രാവശ്യം മിസൈൽ വിട്ടിട്ടുണ്ട് കഅബ തകർക്കാന്, ഹറം തകർക്കാന്. ഈ ഇസ്ലാമിസ്റ്റുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാര്, ഇവന്മാർ അതൊന്നും കണ്ടിട്ടില്ലല്ലോ. സൗദിക്ക് മിസൈൽ വിട്ടതോ ഹറം തകർക്കാൻ വേണ്ടിയിട്ട്, കഅബ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂത്തികൾ മിസൈൽ വിട്ടത് മീഡിയ മണ്ണിൽ 5 മിനിറ്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് TV ചാനലിൽ ഇരുന്ന് പരദൂഷണം പാറുവിന്റെ പണിയെടുക്കണവര്. അങ്ങനെ നാട്ടും പുറത്തൊക്കെ ഉണ്ടോ ഒരു പരദൂഷണം പാറു. അയൽവാസികളെ വേലിൻ്റെ അവിടെ വന്നിട്ട്, എടീ ഇവിടെ വാ, നമ്മളെ മറ്റേ പെരക്കാരില്ലേ, ആ പെരീത്തെ പൊമ്പറന്നോള്, ഓളൊക്കെ സ്വഭാവം എനിക്ക് കേൾക്കണ, ഓൾ അങ്ങനത്തോളാണ്, ഇങ്ങനത്തോളാണ്, അമ്മായിമാനെ ചീത്ത പറഞ്ഞ ആളാണ്, കെട്ടിയോനെ വില വെക്കാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയൽവാസിന്റെ കുറ്റം മറ്റേ അയൽവാസിക്ക് പറഞ്ഞെടുക്കും. എന്നിട്ടോ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ മൂക്ക് മുട്ട പോയി നക്കും ചെയ്യും. അങ്ങനത്തെ കുറെ പരദൂഷണം പൗരന്മാരുണ്ട് നാട്ടുമ്പുറത്ത്. ആ പണിയാണ് ഇവന്മാർക്ക്. ഇവിടെ എന്തൊക്കെയാണ് മീഡിയ വണ്ടി ഇങ്ങനെ കുസുകുസ് അറബ് രാജ്യങ്ങളെ കുറ്റും കുറവും കണ്ടുപിടിച്ച് തന്നെ എന്നിട്ട് അവിടെ പോയിക്കാണ്ട് അവരെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുക, എല്ലാ ആനുകൂല്യങ്ങളും, ഇവരെ ബിസിനസ്സുകളും ഇവരെ സാമ്പത്തിക സ്രോതസ്സുകളും ഇവരെ ആളുകൾ ജോലി ചെയ്യുന്നതും ബിസിനസ് നടത്തുന്നതും എല്ലാ പരിപാടികളും അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ്. എന്നിട്ടോ അവിടെ നിന്നാണ് കുറ്റം എങ്ങനെ പറയാ? ഈ തെരുവിൽ നടക്കുന്ന ചാവാലിപ്പട്ടികളുണ്ടല്ലോ, ഐറ്റങ്ങളെ വിളിച്ചു കണ്ട് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിന്നു കഴിഞ്ഞ ശേഷം ആ പാത്രത്തിൽ തന്നെ കാഷ്ടിച്ച് കണ്ട് പോവും. ആ പണിയെ ഉമ്മാരെടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് പറയാം അമേരിക്കന്റെ മിലിറ്ററി കേന്ദ്രങ്ങളെ ആക്രമിക്കണുള്ളൂ, വേറൊന്നും ചെയ്യണില്ല എന്ന്. അതാണോ കാര്യം? ഇറാന്റെ മുഖ്യ ശത്രു ഇസ്രയേലുമല്ല, അമേരിക്കയുമല്ല. ഇറാന്റെ മുഖ്യ ശത്രു അറബ് രാജ്യങ്ങൾ തന്നെയാണ്. അതിന് ആദർശപരമായ കാരണങ്ങളുണ്ട്, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ആദർശം തന്നെയാണ് പ്രധാനം. ആരാണ് ഇറാന്റെ മുഖ്യ ശത്രു? ഇത് സലഫികൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഗുരു പൊട്ടണ്ട, നിങ്ങളെ സഹയാത്രികൻ തന്നെ പറയട്ടെ. ഓ അബ്ദുള്ള പറയട്ടെ. പക്ഷെ വേറൊന്ന് ഞാൻ കാണുന്നത്, ഇറാൻ ഇത് ഈ ആയുധങ്ങളൊക്കെ ഒരുക്കുന്നത് ഇസ്രായേലിനെ നേരിടാനല്ല. ഇറാന് ഇസ്രായേലിനോടുള്ളതിനേക്കാൾ അധികം വിരോധം അതൊരു ഷിയ രാഷ്ട്രമാണ്. ഷിയ സുന്നി എന്ന് പറയുന്നത് ചരിത്രത്തിലുടനീളം വലിയ സംഘടനകളും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. ഞാൻ ഒരിക്കൽ ഇറാനിൽ പോയിട്ടുണ്ട്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ മാത്രം ഈ സുന്നികളെ ഇറാൻ ഷിയാക്കൾ തോൽപ്പിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അയാളുടെ പേരിലാണ്, പേര് ഇപ്പൊ എന്നോട് ശരിക്കും ഒരു ഇസ്മായിൽ സഫൈ എന്നിട്ട പേര്. അയാളുടെ പ്രതിമയും അയാളുടെ എല്ലാം വലിയ ജോറായിട്ട്. അപ്പം എൻ്റെ കൂടെയുള്ള അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. ഞാൻ ചോദിച്ചത് ഇയാളുടെ ചിത്രം ഇത് നിങ്ങൾ ഇത്ര വലിയതാക്കി വെച്ചിരിക്കുന്നത്, അത് പിന്നെ ഒരു സുന്നി മുസ്ലിം അല്ലേ അയാൾ, അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത്, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അവരാണെന്ന് അവർ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവരുടെ പ്രഥമ ടാർഗറ്റ് ആയിരുന്നില്ല. എന്തോ ചരിത്രപരമായ ഏതോ കരുനീക്കങ്ങളിൽ പെട്ടിപ്പോൾ സംഭവിച്ചു എന്നല്ലാതെ പ്രഥമ ലക്ഷ്യം അവര് സൗദി അറേബ്യ മുതൽ രാജ്യങ്ങളാണ്. അതായത് മുസ്ലിങ്ങൾ ഈ സൗദി അറേബ്യയെ, അതായത് സുന്നികളുടെ നേതൃത്വം, സുന്നി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സുന്നി അല്ല കേട്ടോ, ഷിയാ വിരുദ്ധ സുന്നി, അവരുടെ ആ മേധാവിത്വം നശിപ്പിച്ചിട്ട് അതുകൂടി സൗദി അറേബ്യ അടക്കം പിടിച്ചെടുത്ത് അതിന്റെ ഈ ഹോളി സിറ്റീസ്, പിന്നെ ഹറമൈൻ ഷെരീഫൈൻ, കഅബ. ഇതാണ് സത്യം. ഇറാന്റെ പ്രഥമ ശത്രു സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളാണ്, അല്ലാതെ ഇസ്രയേലും അമേരിക്കൊന്നുമല്ല. സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളല്ല ഇറാന്. ഇവർ കാര്യം നേടാൻ വേണ്ടി ഈ സാമ്രാജ്യത്വ ശക്തികളുടെ കാല് നക്കിട്ട് തന്നെയാണ് ഇറാന്. ഇവർക്ക് അറബ് രാജ്യങ്ങളെ തകർക്കണം. അതിന് ആദർശപരമായ പശ്ചാത്തലങ്ങളുണ്ട്. മനസ്സിലായോ? സുന്നി മുസ്ലിങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. ഇത് സലഫികളല്ലല്ലോ ഈ പറയണത്.
ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ സഹയാത്രികനായിരുന്നല്ലോ, നിങ്ങളുടെ താത്വികാചാര്യനും ചിന്തകനും എല്ലാം ആയിരുന്നല്ലോ അബ്ദുള്ള സാഹിബ്. ഇനിയിപ്പോ അബ്ദുള്ളക്ക് അത്തും പിത്തോന്ന് പറഞ്ഞാൽ അതങ്ങൾക്ക് നല്ലത്. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് ഈ യുദ്ധത്തിന്റെ മറവിൽ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രഖ്യാപിത ശത്രുവായ, അടിസ്ഥാന ശത്രുവായ സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളെ തകർക്കാനുള്ള, സാമ്പത്തികമായും എല്ലാ നിലക്കും തകർക്കാനുള്ള പണിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദുരന്ത ഫലമാണ് കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെ കേരളക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക സ്രോതസ്സെല്ലാം അറബ് രാജ്യങ്ങളാണ്. ഇതൊക്കെ നമുക്കിവിടെ അടുപ്പ് വേവണമെങ്കിൽ അവിടുന്ന് വരണം. ഈ പറയുന്ന അറബ് വിരോധികളായ യുവമാരും അവിടെ പോയിട്ടാണ് അധ്വാനിച്ചുണ്ടാക്കുന്നത്. അല്ലാതെ ഇറാനിൽ പോയിട്ട് ബിസിനസ് ചെയ്തിട്ട് യുവമാരും പൈസ ഉണ്ടാക്കണില്ല. അത്രത്തോളം കെടുതിയിലൂടെയാണ് കഴിഞ്ഞ 2 മാസക്കാലമായി ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വിഷമം, പ്രയാസങ്ങൾ, ആശങ്കാകുലരായി ജീവിക്കുകയാണ് ജനങ്ങൾ. എന്താകും എന്ന ഭീതിയിൽ ജീവിക്കുകയാണ്. അപ്പോഴും യുവന്മാർക്ക് സോക്കേട് വേറെയാണ്. അപ്പോൾ യുവന്മാർക്ക് ഇവരെ മീഡിയ വണ്ണിന്റെ ഇവന്റ് ഗൾഫിൽ നടക്കില്ല എന്നുള്ള ബേജാറ്. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് എരുമക്ക് പെറാമുട്ടിയ പേറ്റുപിരാന്ത്, പോത്തിന് കേറാമുട്ടിയ കാമപിരാന്ത് എന്ന് പറഞ്ഞ മാതിരി ലോകം മൊത്തം ആശങ്കാകുലരായി ജീവിക്കുക. അപ്പൊ ഇവർക്ക് മീഡിയ വണ്ണിന്റെ ഇവന്റ് ഇനിയിപ്പോ എന്താ ചെയ്യാ? സീതാവൂതിന്റെ ആശങ്കയാണ്. കേട്ടോളി. അവിടെ ആകാശത്ത് വിമാനങ്ങളില്ല, കടലിൽ കപ്പലുകൾ ഓടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ബാക്കി എല്ലാ സൈദ്ധാന്തികവും രാഷ്ട്രീയവും നയതന്ത്രപരമായ കാര്യങ്ങൾ മാറ്റിവെക്കൂ. അത് മനുഷ്യരുടെ ജീവിതങ്ങളിൽ, അവരുടെ പോക്കറ്റിൽ, അവരുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്താണെന്ന് ഓർത്ത് നോക്കിയാൽ മതി. അതേറ്റവും അതിൻ്റെ ഇമ്മീഡിയറ്റ് എന്താ പറയുക വിക്ടിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്, മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മീഡിയയുടെ കാര്യത്തിൽ ആലോചിക്കൂ. അതാണ്ട് വരാനിരിക്കുന്ന പെരുന്നാളിന് നമ്മൾ എല്ലാ GCCയിലും പലതരം ഇവൻറ്റുകൾ പ്ലാൻ ചെയ്തതാണ്. അതിങ്ങനെ പോയാൽ നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല. എന്ത് ഇവൻ്റാണ് അവിടെ നടത്താൻ പോകുന്നുള്ളത്? അപ്പോൾ ഇതിന് വേറെ സൈദ്ധാന്തികവും രാഷ്ട്രീയവും നയതന്ത്രപരവും കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത് വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. അതാ മൂപ്പര് വലിയ ബേജാറ്. മീഡിയ വൺ GCCയിൽ നടത്താൻ പോകുന്ന, പെരുന്നാൾക്ക് നടത്താൻ പോകുന്ന ഈവന്റുകൾ നടക്കുമോ? ഇനിയിപ്പോൾ എങ്ങനെ നടക്കുമെന്ന് എന്താ ഇപ്പം ഇതിനൊക്കെ പറയാ? നിങ്ങൾക്ക് ഇനി പാടെ ഈവന്റ് നടത്താത്ത കുഴപ്പമുള്ളൂ. എന്താ ഇപ്പം ഇവന്റിലുള്ളത്? ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ജമാഅത്തേരി നിങ്ങൾ ഖുർആൻ പാരായണം, മറ്റേ ഭാഗത്ത് തഫ്സീർ പഠന ക്ലാസ്, മറ്റേ ഭാഗത്ത് ഇങ്ങനെ നെഹ്വു പഠിക്കുക, മറ്റേ ഭാഗത്ത് ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിച്ചെടുക്കുക. ഇതാ ഇവന്റിലുള്ളത് തന്നെ. ഇവരെ പാട്ടും കൂത്തും ഡാൻസും റിയാലിറ്റി ഷോകളും ഹറാമുകൾ കൊടികുത്തി വാഴുന്ന കൂത്താട്ടം, അതാണ് ഇവന്റുകൾ. അത് നടക്കുമെന്നുള്ള മൂപ്പരെ വലിയ ബേജാറ്. ജനങ്ങളാകെ ആശങ്കാകുലരായി, പേടിച്ച് ബേജാറായി, അവനാൻ്റെ അടുപ്പിൽ തീ കത്തുമെന്ന് ബേജാറായി നിൽക്കുമ്പോൾ നമ്മളെ ഇവന്റ് നടക്കുവാന്ന് മൂപ്പരെ ബേജാറ്. ഈ പ്രളയം വന്ന് ആകെ കുടുങ്ങിയിട്ട് റോട്ടിലും വെള്ളം, വണ്ടി ഇറക്കാൻ വയ്യ, തൊടിയിലും വെള്ളം, വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങാൻ വയ്യ, മുറ്റത്തും വെള്ളം, വീടിൻ്റെ അകത്തും വെള്ളം, അടുപ്പിൽ ഒരു തീ കത്തിക്കാൻ വയ്യ. അത്രത്തോളം വീട്ടുകാരും നാട്ടുകാരും മനുഷ്യന് അടുപ്പ് പുകയാതെ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് കാണും ബേജാറായി നിൽക്കുമ്പോൾ വീട്ടിലെ കുരുത്തം കെട്ടൊരു ചെക്കൻ വന്നിട്ട് ചോദിച്ചാണ്, നമ്മളിപ്പോൾ വിഷുവിന് പൊട്ടിക്കാൻ വാങ്ങി വെച്ച പടക്കം ഇനി എവിടെ വെച്ചാൽ പൊട്ടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ മറുപടി പറയാ? എൻ്റെ മൂട്ടിൽ വെച്ചാണ് പൊട്ടിച്ചാളെന്ന് പറയും. അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ഇവന്റ് എവിടെയും കൊണ്ടുപോയി നടത്തിക്കോളി, ആമസോൺ കാർഡിൽ കൊണ്ടുപോയി നടത്തിക്കോളി. അതാ നിങ്ങൾക്ക് നല്ലത്, നാട്ടുകാർക്കും നല്ലതാ. നിങ്ങളെ ഒലക്കമ്മല ഇവന്റ് അതാണ് അപ്പോൾ ജനങ്ങളെ വലിയ ബേജാറ്. ഇതൊക്കെ ആയിട്ടും ഈ തോന്നിയാസങ്ങൾ മുഴുവനും കാണിച്ചു കൂട്ടിയിട്ടും പിന്നെ നമ്മളോട് ചോദിക്കണം, അല്ല നിങ്ങൾ ആരെ കൂടെ? നിങ്ങൾ ഇറാന്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇസ്രായേലിന്റെ കൂടെ തന്നെയാണ്. അതെങ്ങനെയോട് നിങ്ങൾ തീരുമാനിക്കല്? ഇവിടെ ഇറാന്റെ കൂടെ ഇസ്രായേലിന്റെ കൂടെ നിൽക്കണം നിർബന്ധം എന്താ? അങ്ങനെ നിയമമുണ്ടോ ഇവിടെ? അങ്ങനെ ലോക നിയമമുണ്ടോ? അങ്ങനെ ദീനി നിയമമുണ്ടോ? ഞങ്ങൾ ആരെ കൂടിയല്ല, ഞങ്ങൾ 2 തമ്മാടികളെ കൂടിയല്ല. എന്താ ചോദ്യം എന്നറിയോ? ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ മാസം കേരളത്തിലെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതകം, ഗുണ്ടാ വിളയാട്ടം, കൊല്ലം ജില്ലയിൽ അലുവ അതുൽ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവിനെ വണ്ടിയിടിച്ചിട്ട് എതിരാളികൾ വെട്ടി കൊലപ്പെടുത്തി. അതിന്റെ മുമ്പ്, ഒരു കൊല്ലം മുമ്പ് ജിം സന്തോഷ് എന്ന് പറയുന്ന വേറൊരു ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അലുവ അതുല്. മറ്റേ 2 ആൾ മരിച്ചപ്പോഴും എതിരാളികൾ ആഘോഷിക്കുകയാണ്. 2 ആൾക്കാർക്ക് ആരാധകരുണ്ട്. ഓല് ചോദിക്കാണ്, നിങ്ങൾ അലുവ അതുലിന്റെ കൂടെയാണോ ജിമ്മു സന്തോഷിന്റെ കൂടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാനുള്ളത്? 2 ആളെ കൂടിയല്ല, സമാധാനം കാംക്ഷിക്കുന്ന ജനങ്ങളെ കൂടെയാണ് ഞങ്ങൾ. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. ഇസ്രായേലും തമ്മാടി രാഷ്ട്രമാണ്, ഇറാനും തമ്മാടി രാഷ്ട്രമാണ്, നെതന്യാഹും തമ്മാടിയാണ്, കാംനയും തമ്മാടിയാണ്. അവന്മാരെ 2 കൂട്ടരെയും കൂടെ ഞങ്ങളില്ല. ഞങ്ങൾ സമാധാനം കാംക്ഷിക്കുന്ന ലോക ജനതയുടെ കൂടെയാണ്. എന്താ നിങ്ങളെ പ്രശ്നം? നിങ്ങളെ കൂടെ നിൽക്കണം വല്ല നിയമമുണ്ടോ അവിടെ? നിങ്ങൾ ആരാ അത് പറയാന്? ഇത് മലപ്പുറത്തെ ചില പന്തളി പിരാന്തന്മാർ ചെക്കന്മാർ ചോദിക്കാലോ, ഒന്നുകിൽ ബ്രസീലിന്റെ കൂടെ അല്ലെങ്കിൽ അർജന്റീനയുടെ കൂടെ. അതെന്താ 3ാമത് ടീമിന്റെ കൂടെ നിൽക്കാൻ പറ്റൂലേ? അല്ലെങ്കിൽ പന്തളി താല്പര്യമില്ലാത്ത ആൾക്കാർ എവിടെ നിൽക്കാൻ പറ്റൂലേ?
എന്ന് പറഞ്ഞവര് ഒന്നുകിൽ ഇറാന്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൂടെ നിൽക്കണം. ഇറാന്റെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജൂതന്മാരെന്നെ, നിങ്ങൾ സയനിസ്റ്റ് ചാരന്മാരെന്നെ പോയി പണി നോക്കണോ. നിങ്ങളെ ഉണ്ടാക്കിയ നിയമം അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണോ? നിങ്ങൾ ആരാണ്? നിങ്ങളെ കൊണ്ട് മുസ്ലിം ലോകത്തിന് ഇന്ന് വരെ എന്തെങ്കിലും ഗുണകരമായ കാര്യം ഈ മൗദൂദികളെ കൊണ്ട്, ഇഖ്വാനികളെ കൊണ്ട് കുഴപ്പവും കലാപവും കുത്തുതിരിപ്പും ഫിത്നയും കുയിന്തുമല്ലാതെ മുസ്ലിം ലോകത്തിന് എന്തെങ്കിലും ഒരു ഗുണം പരലോകത്തോ യുഹലോകത്തോ ഇവന്മാരെ കൊണ്ടുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ഇറാന്റെ കൂടെ നിൽക്കണത്ര ഞങ്ങള്. എടോ, സിറിയയിലെ അഹ്ലുസുന്നയുടെ കുരുന്നുകളുടെ നെഞ്ചത്ത് തീ കോരിയിട്ട് ആ തീയിൽ താണ്ഡവ നൃത്തമാടിയ തമ്മാടികൾ ചത്തൊടങ്ങിയതിൽ ഞങ്ങൾ എന്തിനു ദുഃഖിക്കണം? ഞങ്ങൾക്ക് എന്ത് ദുഃഖം? ആ തമ്മാടികൾ ചത്തിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? യുദ്ധം ഉണ്ടാവുമ്പോ ഒരു രാജ്യത്തെ പാവപ്പെട്ട നിരപരാധികൾ കുറെ മരിക്കണില്ലേ? അതെല്ലാ രാജ്യത്തും മരിക്കും. പക്ഷേ നിരപരാധികളുടെ മരണം തമ്മാടികളെ വിശുദ്ധരാക്കുന്നില്ല. അത് മനസ്സിലാക്കി വെച്ചങ്ങള്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ഗുണ്ടകൾ ഒന്നുപോയി, അത്രേ ഉള്ളൂ. പിന്നെ വ്യത്യാസം എന്താണെന്നറിയോ? ഇസ്രയേൽ ഗുണ്ടയാണ്, കൊലയാളിയാണ്, തമ്മാടിയാണെന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങളുടെ ശത്രുവാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഇറാന് മുസ്ലിങ്ങളുടെ സംരക്ഷകരായിട്ടും ദീനിന്റെ നേതാക്കന്മാരായിട്ടും നമ്മുടെ പല ആൾക്കാരും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ അനുവദിക്കൂല. അതാ വിഷയം. ഇത് ഞങ്ങൾ ഇന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് തിരിയില്ല. നിങ്ങൾക്ക് തിരിയണമെങ്കിൽ 30 കൊല്ലം കഴിയും. നിങ്ങൾ വലിയ ബുദ്ധിജീവികളൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷെ കാര്യം തിരിയണമെങ്കിൽ 10-30 കൊല്ലം കഴിയും. നിങ്ങളെ ഏറ്റവും വലിയ നേതാവായിരുന്നല്ലോ യൂസുഫുൽ കർലാവി. അദ്ദേഹത്തിന് ഇത് തീരാൻ 30 കൊല്ലം വേണ്ടി വന്നു. അദ്ദേഹം അവസാനം കുമ്പസാരം നടത്തി. ഇവന്മാരെ നമ്പാൻ പറ്റൂല, ഈ ഷിയാക്കളെ നമ്പാൻ പറ്റൂല. സലഫികൾ പറഞ്ഞതായിരുന്നു ശരി, എനിക്ക് തെറ്റുപറ്റി, എന്റെ 3 പതിറ്റാണ്ട് ഈ സുന്നി ഷിയ ഐക്യത്തിനും വേണ്ടി ചെലവഴിച്ച് വേസ്റ്റാക്കിയെന്ന് അവസാനം കർലാവി കുമ്പസാരം നടത്തി. കേട്ടോളീം. هؤلاء الناس أنا دفعت عنهم. حزب الله هذا حينما كان يحارب إسرائيل وقفت أدافع عنه ضد المشايخ في المملكة عندكم في السعودية، كبار المشايخ الذين حذروا من هؤلاء وحذروا من فتنتهم وحذروا من تقيتهم وحذروا مما يبطنونه في أنفسهم. أنا وقفت أدافع عنهم، ويبدو أن هؤلاء المشايخ كانوا أكثر نضجا مني وأبصر بالأمور مني، وأنا أخذت الأمور على ظاهرها. أنا أريد أن أجمع المسلمين، أريد أن أقرب بين المسلمين. مسلمين بيحاربوا الصهاينة، كيف أقف مع الصهاينة؟ ولكن يبدو أن المشايخ رحمهم الله إذا كانوا موتى وحفظهم الله إذا كانوا أحياء كانوا يعني أبصر مني. هؤلاء الذين دافعت عنهم جاءوا يقتلون إخوانهم في سوريا. كنا نظن أنهم إخوانهم ولكن قالوا لا. وأهم الرجال الذين يحاربون الشعب السوري هم من يسمون أنفسهم حزب الله، وهم حزب الطاغوت، حزب الشيطان. استحوذ عليهم الشيطان فأنساهم ذكر الله. أولئك حزب الشيطان، ألا إن حزب الشيطان هم الخاسرون. എന്താണ് ഇവിടുത്തെ ഇഖ്വാനികൾക്ക് പറയാനുള്ളത്? ഇവിടുത്തെ മൗദൂദിസ്റ്റുകൾക്ക് എന്താ പറയാനുള്ളത്? കർലാവി പറഞ്ഞ ഈ അഭിപ്രായത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? കർലാവി പറയാണ്, ഈ ഹിസ്ബുള്ളനെ കുറിച്ചൊക്കെ ഞാൻ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അന്ന് സൗദി ഉലമാക്കള്, സലഫി ഉലമാക്കള് എനിക്ക് മുന്നറിയിപ്പ് നൽകി, ഇവന്മാരെ നമ്പാൻ പറ്റൂല, ഇവരെ ലക്ഷ്യം വേറെയാണ്, വിശ്വാസം വേറെയാണ്. ഞാനത് അംഗീകരിച്ചില്ല. അവസാനം അവർ പറഞ്ഞതായിരുന്നു ശരി. സൗദി ഉലമാക്കൾ അവർ പക്വതയുള്ളവരാണ്, ദീർഘവീക്ഷണമുള്ളവരാണ്. ഇവിടെ മൗദൂദിസ്റ്റുകൾ കിടന്ന് കളിയാക്കൊണ്ടല്ലോ കൊട്ടാര പണ്ഡിതന്മാർ, അടിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പണ്ഡിതന്മാരെ കുറിച്ചാണ് കർലാവിയെ പറയണത്. അവർക്ക് കാര്യം തരും. അവർ റബ്ബിന്റെ വജൂവിനും വേണ്ടി ജീവിക്കുന്ന ഉലമാക്കളാണ്. നിങ്ങളമാർ ഇവിടെ അങ്ങനെ കലാപം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ട്. അത് കർലാവിക്ക് തീരാൻ 30 കൊല്ലം വേണ്ടെന്നു. കർലാവ് എന്താ പറഞ്ഞത്? ഹിസ്ബുള്ളനെ കുറിച്ച് ഹിസ്ബു ശൈത്താൻ. ഇത് ഞങ്ങൾ എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇന്ന് ഹിസ്ബുള്ളയെ കുറിച്ച് ഹിസ്ബു ശൈത്താൻ എന്ന് പറയാൻ ഇവിടുത്തെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ധൈര്യമുണ്ടോ, നട്ടല്ലുണ്ടോ, ചങ്കൂറ്റമുണ്ടോ? നിങ്ങളൊന്ന് പറയും. ഹിസ്ബു ശൈത്താൻ നിങ്ങൾ പറയും. നിങ്ങൾ കർലാവ് പറഞ്ഞ വാക്ക് ആവർത്തിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കൊടുങ്ങള്. സഹോദരങ്ങളെ, ഈ ഷിയാക്കളെയും അവരുടെ രാജ്യത്തെയും ഒരു നിലക്കും നമ്പാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഷിയാക്കളുടെ പ്രഥമ ശത്രു ഓബ്ദുള്ള പറഞ്ഞ മാതിരി ഇവിടുത്തെ അഹ്ലുസുന്നയുടെ ആളുകളാണ്. അതുകൊണ്ടാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ അഹ്ലുസുന്നയുടെ ആളുകൾക്ക് ഒരൊറ്റ പള്ളിയില്ല. അവിടെ ജൂതന്മാർക്ക് 20ഓളം സിനഗോഗുകളുണ്ട് ടെഹ്റാനിൽ മാത്രം. ക്രിസ്ത്യാനികൾക്ക് പള്ളിയുണ്ട് ടെഹ്റാനിൽ. സിഖ് മതക്കാർക്ക് ആരാധനാ കേന്ദ്രങ്ങൾ ടെഹ്റാനിലുണ്ട്. പല മതക്കാർക്കും പല വിഭാഗക്കാർക്കും ആരാധനാലയങ്ങളുണ്ട്. എന്നാൽ അഹ്ലുസുന്നയുടെ ആളുകൾക്ക് പള്ളികളില്ല ടെഹ്റാനിൽ. ഇവരെ ശത്രു ആരാ പറയും?
മാത്രമല്ല സഹോദരങ്ങള്, ഇസ്ലാമിലെ 2ാം ഖലീഫയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആ തമ്മാടിക്ക് ഇറാനിൽ സ്മാരകമുണ്ട്. ഔലുസുന്നക്ക് പള്ളിയില്ലെങ്കിലും ഉമറിനെ കൊന്ന ആൾക്കാർക്ക് അവിടെ സ്മാരകമുണ്ട്. കണ്ടോ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആൾക്കുള്ള സ്മാരകമാണെന്ന്. ഇത് ഇറാനിലുള്ളതാണ്. സുന്നി ഷിയ ഐക്യം പറഞ്ഞ് നടന്ന കാലത്ത് ഖറളാവി പോലും പറഞ്ഞിരുന്നു, നിങ്ങളത് തകർക്കൂ, നശിപ്പിക്കൂ, അഹ്ലുസുന്നയുടെ ആളുകളെ വേദനിപ്പിക്കുന്ന നടപടിയാണിത്, അവരത് ഒരിക്കലും അംഗീകരിക്കൂല, പൊറുക്കുകയില്ല. ഇന്ന് വരെ നശിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പൂട്ടിക്കെടുക്കുന്നുണ്ടല്ലാതെ സാധനം അതിന്റെ പ്രൗഢിയോടും മട്ടോടും കൂടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആർക്കുള്ള സ്മാരകമാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആ തമ്മാടിക്ക്, ആ പിശാചിന് ഇറാനിൽ സ്മാരകമുണ്ട്. ഇവരാണോ ഇസ്ലാമിസ്റ്റുകള്? തന്നെ ഇവരാണോ മുസ്ലിം നേതാക്കള്? ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയട്ടെ, ഇവന്മാരാണോ മുസ്ലിം നേതാക്കള്? ഈ കാംനയും ഈ കാംനിയുടെ രാജ്യവുമാണോ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് പൊക്കിപ്പിടിക്കുന്ന ആളുകള്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് ആരോടാണോ കൂറ്? ഇതൊക്കെ പറഞ്ഞാലും പിന്നെയും തൊള്ള തുറന്നാൽ ഇവിടുത്തെ മൗദൂദിസ്റ്റുകൾക്ക് പറയാള് സാമ്രാജ്യത്വ ശക്തികളുടെ സാമ്രാജ്യത്വ അധിനിവേശം, ആ അധിനിവേശത്തിനെതിരാണ് ഞങ്ങള്. അവിടെ പറഞ്ഞിട്ടാ തോന്നും ഇവര് സാമ്രാജ്യത്വ ശക്തികൾക്ക് കണ്ണിന്റെ വരെ കണ്ടുകൂടാന്ന്. എടോ, സാമ്രാജ്യത്വ ശക്തികളുടെ സായുധ അധിനിവേശമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം, സാംസ്കാരിക അധിനിവേശമാണ്. മനസ്സിലാക്കി വെച്ചോ. സായുധ അധിനിവേശത്തിനിടയിൽ മിസൈൽ തലയിൽ വീണിട്ട് ഒരുത്തം മരിച്ചു കഴിഞ്ഞാൽ ഓനക്ക് പരലോകത്തൊന്നും നഷ്ടപ്പെടാനില്ല. ഓൻ തൗഹീദുള്ള ആളാണ്, സ്വർഗത്തിലാണ്, ഷഹീദാണ്. പക്ഷേ സാംസ്കാരിക അധിനിവേശം തലയിൽ കയറി, അതിന്റെ ഭാഗമായ മ്യൂസിക് തലയിൽ കയറി മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ഓനക്ക് നഷ്ട. ഇവിടുത്തെ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ എല്ലാ സാംസ്കാരിക അധിനിവേശവും ഉൾക്കൊണ്ട് അതിന്റെ അടിമകളായി ജീവിക്കുന്ന ഒരേ ഒരു മതവിഭാഗം ലോകത്തുണ്ടെങ്കിൽ അത് ഈ മൗദൂദിസ്റ്റുകളാണ്, ഈ ഇഖ്വാനികളാണ്, അല്ലേ? ഇവിടുത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ എല്ലാ ഹറാമുകളും എല്ലാ സ്വഭാവങ്ങളും എല്ലാ പേക്കത്തുകളും ഇവന്മാരെ കയ്യിലുണ്ട്. അത് പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും കൂത്താണെങ്കിലും വേഷവിധാനമാണെങ്കിലും വസ്ത്രധാരമാണെങ്കിലും സ്വഭാവമാണെങ്കിലും സംസ്കാരമാണെങ്കിലും ഇവന്മാർക്ക് ഇസ്ലാമികപരമായൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവരോട് പുച്ഛാണ് ഇവിടുത്തെ മൗദൂദിസ്റ്റുകൾക്ക്. താടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ പുച്ഛം, ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ പുച്ഛം. മുട്ടോളമെത്തുന്ന സ്കർട്ട്, മിനി സ്കർട്ട് എന്നാണ് ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച ആളുകളെ കുറിച്ച് പോലും എഴുതി വെച്ചിട്ടുള്ളത് കേരളത്തില്. താടി നീട്ടിയ ആൾക്കാരെ പുച്ഛം അതുണ്ടാകും. കാരണം എന്താ? സാമ്രാജ്യത്വ ശക്തികളുടെ സാംസ്കാരിക അധിനിവേശം ഉൾക്കൊണ്ട് സ്വീകരിച്ച് അടിമുതൽ മുടിവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മതവിഭാഗമാണ് ഇവിടുത്തെ മൗദൂദിസ്റ്റുകൾ, ഇസ്ലാമിസ്റ്റുകൾ. അല്ലാന്ന് നിഷേധിക്കട്ടെ, വലിയൊരു സാമ്രാജ്യത്വ വിരോധികള്. അപ്പൊ സഹോദരങ്ങളെ, ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വികാരം മാടിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മൗദൂദിസ്റ്റുകൾക്ക് ഇസ്ലാമിനോട് യാതൊരു കൂറുമില്ല. ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കളോടാണ് അവർക്ക് കൂറ്. ചരിത്രം പഠിച്ചാൽ, അവരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന സത്യമാണിത്. ഇത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തണമെന്നാണ് സാധാരണക്കാരോട് നമുക്ക് പറയാനുള്ളത്. ഇതൊരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോ പെര കത്തുമ്പോ വായ്ക്കൊല വെട്ടുക എന്ന് പറഞ്ഞ മാതിരി മറ്റുണ്ടല്ലോ, മൂത്തേടം സ്വാമി അച്ചങ്ങായിന്റെ അനുയായികളും വേറൊരു കറാമത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്? ഞങ്ങളുടെ കാസിം ഉസ്താദ് ഇത് പണ്ടെന്നെ പ്രവചിച്ചിട്ടുണ്ട്, ഈ ഗൾഫ് യുദ്ധം ഇങ്ങനെ നടക്കും, ഇസ്രായേൽ ഇറാൻ ആക്രമിക്കും, അതിന്റെ കെടുതികൾ അനുഭവിക്കുക അറബ് രാജ്യങ്ങളായിരിക്കും എന്നൊക്കെ ഞങ്ങളെ കാസിം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. കാസിം ഉസ്താദിന്റെ കറാമത്തും പ്രവചനവും. ആദ്യം ആ വീഡിയോ ഒന്ന് കാണി, മറുപടി ശേഷം തരാം ഇൻഷാ അല്ലാഹ്. ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവൻ നശിച്ചു. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ കൂടെ പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ടാൽ നിങ്ങൾക്കറിയാം. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കാണുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്ക തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. നടന്നേ തീരും. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരും.
അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ. അത് കണ്ണില്ലാത്തയും കാതില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല, സംഭവിച്ചിരിക്കും, സംഭവിക്കും. നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുറെ കാലങ്ങളായി നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്, അതങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതിൽ കവടി നേരത്തെ പറഞ്ഞ വർത്താനല്ല, അതങ്ങനെ സംഭവിക്കും. അതിന്റെ രീതി അങ്ങനെയാണ്, അതിന്റെ രീതി കണ്ടാൽ അങ്ങനെയാണ്. അത് അങ്ങനെ വരൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് സംഭവിക്കും, അത് സംഭവിക്കും. സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരെ നിർത്താൻ കഴിയൂല. അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ്. മുത്തയുടെ സ്വാമിന്റെ വലിയ പ്രവചനം ഒരു കറാമത്തായിട്ട് മുപ്പര പ്രവചനമായിട്ട് ആരാധകന്മാര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പൊലിപ്പിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത്തിൽ എന്താ പ്രത്യേകത? ഇത് അന്താരാഷ്ട്ര ചലനങ്ങൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും നോക്കിക്കാണുന്ന ആർക്കും പറയാൻ പറ്റിയ സംഗതിയല്ലത്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഈ അസ്വാരസ്യങ്ങൾ ഒരസല തുടങ്ങിയിട്ട് കാലത്തായി. ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനായിട്ട് യുദ്ധം ഉണ്ടാവും. യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഇറാൻ ആക്രമിക്കും. ഇത് മനസ്സിലാക്കാൻ വലിയ ഐൻസ്റ്റീന്റെ ബുദ്ധിയാണോ, APJ കലാമിന്റെ ബുദ്ധിയാണോ? അതൊക്കെ മനസ്സിലാക്കാൻ ഇത് ആർക്കും മനസ്സിലാവുന്ന സംഗതിയല്ലേ? ഇതെങ്ങനെ നിങ്ങളെ കാസിമിന്റെ കറാമത്താണ് പൊലിവ നിങ്ങൾ പറയാ? കാരണം കാസിമയിൽ പറയണ്ടേ ഇത് റസൂലുള്ളാന്റെ ഹദീസാണ്. റസൂലുള്ളാന്റെ ഹദീസ് ഓൻ വായിക്കണേല് ഓനക്കെന്താ പ്രത്യേകത, ഓനക്കെന്താ പോരിഷ? ഹദീസിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്വഹീഹ് ഹദീസാണെങ്കിൽ ഓനെ വായിക്കൂന്നല്ലാതെ ഓന്റെ പ്രവചനം എങ്ങനെയോട് നിങ്ങൾ പറയാ? ഇപ്പൊ പഴയ കാലത്ത് ഗൾഫിൽ നിന്ന് കത്തയച്ചു ബാപ്പ, എന്നിട്ട് ആ കത്തിൽ കുറെ കാര്യങ്ങൾ എഴുതി, ഇതാ ഞാൻ അടുത്ത കൊല്ലം നാട്ടിൽ വരും, നാട്ടിൽ വരുമ്പോൾ ഞാൻ മോൾക്കൊരു 10 പവൻ സ്വർണം കൊണ്ടുവരും, കെട്ടിയൊക്കെ എത്ര സ്വർണം കൊണ്ടുവരും, എന്നിട്ട് മോളെ കല്യാണം നടത്തും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്നുണ്ട് കുറേ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് കത്തൊക്കെ അയച്ചിട്ട് അതൊക്കെ സംഭവിച്ചു. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം വീട്ടുകാർ പറയാണ് ഇത് ഒരു കൊല്ലം മുമ്പ് കത്ത് കൊണ്ടുവന്ന നമ്മളെ ശിപായി കൊണ്ടുവന്ന കത്തിലുള്ളതാണത്. അപ്പൊ ശിപായിന്റെ പോരിശ നിങ്ങൾ പറയോ? ഇത് ഗൾഫിൽ നിന്ന് അയാളെ എഴുതി ആ കത്ത് ഇപ്പം ഇവിടെ എത്തിച്ചു എന്നല്ലാതെ വേറെന്താ ഓനക്കെന്താ ഡ്യൂട്ടി? റസൂലുള്ളാന്റെ ഹദീസാണെങ്കിൽ കാസിമി ഹദീസ് വായിക്കുന്നു, അറബി അറിയുന്ന ആർക്കും അത് വായിച്ചൂടെ? ഇങ്ങനെ പറഞ്ഞൂടെ? അതിലിപ്പോ എന്താ കാസിമിന്റെ പോരിശ? നമുക്ക് മനസ്സിലായില്ല. മൂപ്പരനെ പറയണേ ഞാൻ അത് കവടി നേരത്തെ പറഞ്ഞതല്ല, ഇത് റസൂലിന്റെ ഹദീസാണ്. എന്താണ് ഇതിൽ പോരിശ? ഞങ്ങൾ പറഞ്ഞു തരി. ഇനി അതല്ല, ഹദീസൊന്നല്ല, അത് മൂപ്പര പ്രവചനാണ്, മൂപ്പര് 10-15 കൊല്ലം മുമ്പ് പ്രവചിച്ചതാണെന്നുണ്ടെങ്കിൽ കേട്ടോ, മനസ്സിലാക്കി വെച്ചോ കാസിമിയുടെ കുഞ്ഞാടുകള്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവചനം നടത്തിയ ഒരാളുണ്ട് 15-ാം നൂറ്റാണ്ടിൽ. അയാളെ പേര് നോസ്ട്രഡാമസ് എന്നാണ്. ചരിത്രങ്ങൾ തപ്പി നോക്കി. അയാൾ ജൂതനായിരുന്നു, പിന്നീട് കത്തോലിക്ക മതത്തിൽ വന്ന് കത്തോലിക്ക വിശ്വാസമായി ജീവിച്ച ആളാ. അയാൾ നടത്തിയ പ്രവചനങ്ങൾ അത്ര ലോകത്ത് അതിന് ശേഷം ഒരാളും നടത്തിയിട്ടില്ല. 15-ാം നൂറ്റാണ്ടിൽ അയാൾ പ്രവചിച്ചിട്ടുണ്ട് വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ച, 2ാം ലോക മഹായുദ്ധം, 1ാം ലോക മഹായുദ്ധം, ഈ 2026 യുദ്ധം പോലും അയാൾ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് അയാൾ അനുയായികൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അയാളെ കറാമത്ത നിങ്ങൾ പറയോ? ഇനി മൂത്തയുടെ സ്വാമി ചിലപ്പോൾ പറയായിരിക്കും നോസ്ട്രഡാമസ് ഒന്നുകിൽ നബിയാണ് അല്ലെങ്കിൽ വലിയാണ്. ജരകമാരസിനെ പിടിച്ച് വലിയ നബിയാക്കിയ ആളടമ്പം ഇങ്ങനെയും പറയായിരിക്കും. വലിയ സംഭവമായിട്ട് കൊണ്ടെടുക്കുകയാണ്. മഹാനായ ജ്ഞാനവർകൾ അല്ലെങ്കിൽ മഹാനായ കാസിം ഉസ്താദ് അവർ പ്രവചിച്ചിട്ടുണ്ട്. എടോ പ്രവചനത്തിൽ തന്നെ ഉള്ളൂ. അയാൾ ജോത്സ്യനായിരുന്നു. ഈ നോസ്ട്രഡാമസ് ജോത്സ്യനായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ പ്രവചിച്ച കാര്യങ്ങളും ഈ 2026 നടന്നിട്ടുണ്ടെന്നാണ് അയാൾ അനുയായികൾ പറയുന്നത്. കേട്ടോളി. 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു ജ്യോതിഷിയും വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്നു നോസ്ട്രഡാമസ്. 1555 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലെസ് പ്രൊഫറ്റീസ് എന്ന ഗ്രന്ഥമാണ് ഇന്നും അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി നിലനിർത്തുന്നത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. 1666 ലണ്ടൻ നഗരത്തെ വിഴുങ്ങിയ വൻ തീപിടുത്തം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം, അഡോൾഫ് ഹിറ്റ്ലറുടെ ഉദയം, ഹിരോഷിമയിലെയും നാഗാസാക്കിയിലെയും അണുബോംബ് സ്ഫോടനങ്ങൾ എന്നിവയെല്ലാം നോസ്ട്രഡാമസ് മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് ഇന്നും പലരും വിശ്വസിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ വധം, അതുപോലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ദുരന്തം എന്നിവയുമായി ബന്ധപ്പെടുത്തിയും അദ്ദേഹത്തിന്റെ വരികൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. സ്വന്തം മരണത്തെക്കുറിച്ച് പോലും കൃത്യമായ ധാരണയുണ്ടായിരുന്ന നോസ്ട്രഡാമസ് താൻ മരിക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം തന്നെ തന്റെ സഹായിയോട് നാളെ സൂര്യോദയത്തിന് നിങ്ങൾ എന്നെ ജീവനോടെ കാണില്ല എന്ന് പറഞ്ഞതായും കഥകളുണ്ട്. 2026 വരുമ്പോൾ നോസ്ട്രഡാമസിന്റെ വരികൾ ഭയപ്പെടുത്തുന്ന ചില സൂചനകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് 7 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മഹായുദ്ധത്തിനെക്കുറിച്ചുള്ള പരാമർശമാണ്. 7 മാസം നീണ്ടു നിൽക്കുന്ന മഹായുദ്ധം, തിന്മയാൽ ജനങ്ങൾ മരിക്കുന്നു എന്ന വരികളാണ് ഇതിന് ആധാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതൊരു ആഗോള യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ഭീതി പലരിലുമുണ്ട്.
റൂവൻ, എവ്രൂക്സ് എന്നീ ഫ്രഞ്ച് നഗരങ്ങളെയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. രാജാക്കന്മാർ പരാജയപ്പെടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും വലിയൊരു വിഭാഗം ജനങ്ങൾ യുദ്ധക്കെടുതിയിൽ ഇല്ലാതാകുമെന്ന സൂചന ഈ വരികൾ നൽകുന്നു. യുദ്ധത്തിന്റെ ഭീകരതയും മനുഷ്യൻ നേരിടാൻ പോകുന്ന ദുരിതവും അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദർശിച്ചിരുന്നു എന്നാണ് വ്യാഖ്യാതാക്കൾ വിശ്വസിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ പ്രവചനം ഡ്രോൺ യുദ്ധങ്ങളെക്കുറിച്ചിട്ടുള്ളതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ളതാണ്. തേനീച്ചകളുടെ വലിയ കൂട്ടം എന്നാണ് അദ്ദേഹം വരികളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ തേനീച്ചക്കൂട്ടം ആക്രമിക്കുന്നത് പോലെ അജ്ഞാതമായ ഒന്നിന്റെ കടന്നുകയറ്റം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് പരിശോധിക്കുമ്പോൾ ഈ വരികൾ ഒരുപക്ഷെ ഭാവിയിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള വ്യോമാക്രമണങ്ങളെയാകാം സൂചിപ്പിക്കുന്നത്. ചരിത്രപരമായി തേനീച്ചകൾ സാമ്രാജ്യത്വത്തെയോ അധികാരത്തെയോ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ അധികാരത്തിനായുള്ള ആധുനിക യുദ്ധമുറകളെക്കുറിച്ചാകാം നോസ്ട്രഡാമസ് ഭയപ്പെട്ടിരുന്നത്. ഒരു നഗരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കാൻ ശേഷിയുള്ള ഒരു വലിയ ആക്രമണത്തിന്റെ രൂപം ഇതിലൂടെ തെളിഞ്ഞു വരുന്നു. ഇതോടൊപ്പം തന്നെ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മരണവാർത്തയും 2026 ഉണ്ടായേക്കുമെന്ന് നോസ്ട്രഡാമസ് പ്രവചിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇയാൾ ജോത്സ്യനായിരുന്നു. ജൂതമതത്തിൽ ജനിച്ച ആളാണ്, കത്തോലിക്ക വിശ്വാസിയായി മാറിയ ആളാണ്. നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ കറാമത്ത് എന്ന് പറയോ? അത് ശൈത്താനിയത്തോ? ശൈത്താനിയത്തെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മള്. ആ പ്രവചനം പലതും പുലർന്നിട്ടുണ്ടെങ്കിൽ ശൈത്താന്റെ സഹായമായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി ആയിഷ ബീവി ചോദിച്ചിട്ടുണ്ട് ജ്യോത്സ്യന്മാരെ കുറിച്ച്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരൊന്നുമല്ല. അപ്പൊ റസൂല് അവർ പറയുന്ന പല കാര്യങ്ങളും ശരിയാവുന്നുണ്ടല്ലോ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അവർക്ക് ശൈത്താൻ, പിശാച് ചില കാര്യങ്ങൾ ചെവിട്ടിൽ പറഞ്ഞു കൊടുക്കും. അവരതിനോട് കുറെ കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ച് പറയും. അങ്ങനെ പലതും സത്യമായി ആളുകൾ മനസ്സിലാക്കും. ഇത്രേ ഉള്ളൂ ശൈത്താന്റെ സഹായമുള്ള ഒരാള്. അതുപോലെ ശൈത്താന്റെ സഹായം ഈ മൂത്തയുടെ സ്വാമിക്കും കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോ. ഇവൻ എന്തായാലും അള്ളാന്റെ വലിയല്ല. ഈ നോസ്ട്രഡാമസിനെ പോലെ ശൈത്താന്റെ വലിയായിരിക്കുമ്പൻ അള്ളാന്റെ വലിയ എങ്ങനെ ആവോളൂ? അള്ളാഹിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന, മലക്കുകളെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന, അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളെ മോശമായി സംസാരിക്കുന്ന ഇവന് കറാമത്തോ? ഇവന് പ്രവചനോ? ഇവൻ അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ മറന്നുകൊണ്ട് കൊച്ചാക്കി സംസാരിച്ചിട്ടില്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്നും കൂടി കാണി. ഒരു ദിവസം കണ്ടപ്പോൾ CM പറയാ അസ്രായേലിനോട്, ഇനി രണ്ടാഴ്ചകൾ ഭൂമിക്ക് തന്നെ വരരുത് കേട്ടോ, ഒരു മരിപ്പും വേണ്ടാന്ന് ആർക്ക് പറയാം? പറയാ. അപ്പൊ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അസ്രായേൽ റൂഹ് പിടിക്കാൻ വന്നാൽ അസ്രായേൽ തിരിച്ചുപോയിട്ട് എന്ത് പറഞ്ഞു അള്ളഹാനോട്? പിന്നെ അവിടെ ആ CM പറയണം, എൻ്റെ അബദ്ധമുണ്ടല്ലോ, മുമ്പ് 2 ആഴ്ച ഭൂമി ഇനി റൂഹ് പിടിക്കേണ്ടതെന്നാണ് അപ്പോൾ പറയണത്. അപ്പോൾ അള്ളാഹു പിന്നെ അസ്രായേലിനോട് എന്ത് പറയാ? ഞങ്ങൾ പോകണ്ട, എൻ്റെ അബദ്ധം അങ്ങനെ തന്നെയാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. നിങ്ങളതിന് പോകണ്ട. എന്താ അങ്ങനെ ഉണ്ടായത്? 2 മാസം മഴന്നെ ഉണ്ടായില്ല. കർക്കിടകം ചിങ്ങ മാസത്തെ മഴന്നെ ഉണ്ടായില്ല. മനസ്സിലായില്ല എന്തേ? അത് CM പറഞ്ഞു. CM ഒരു ഉദാഹരണം. അല്ലെങ്കിൽ മറ്റേ വീരാലുപ്പ പറഞ്ഞു, അല്ലെങ്കിൽ തൃപ്പഞ്ചി മെമ്മോലിയർ പറഞ്ഞു, ഇനി ഇവിടെ 2 മാസം മഴ ഉണ്ടാവും, മഴ ഉണ്ടാവില്ല. അപ്പം മീക്കായിലോ വന്ന് തിരിച്ചുപോയി. നിങ്ങളോട് അല്ലേ ഞാൻ പറഞ്ഞു മഴ ഉണ്ടാവും? എന്തേ അങ്ങനെ ഉണ്ടായിക്കൂടെ? അന്ന് മീക്കായിൽ തിരിച്ചപ്പോൾ അള്ളാഹ് എന്തേ മീക്കായിൽ മഴയൊന്നും പോകുക. അത് നിങ്ങൾ ആ തൃപ്പഞ്ചി മെമ്മോലിയർ എന്ന് പറഞ്ഞ ആളെ ആദ്യം നിലക്ക് നിർത്തി അയാളോട് മയക്കാൻ വെക്കൽ. അത് ചെയ്യ കുട്ടി. കാരണം ഇവരാരാണ്? ഇവർ അള്ളാന്റെ അബുദാണോ? എന്തെന്ന് ചോദിക്കണ്ട. കേട്ടോളി, അള്ളാനെ കൊച്ചാക്കിയിട്ട് അവൻ സംസാരിക്കണത്. അപ്പൊ മലക്കുൽ മൗത്ത് വന്നിട്ട് റൂവിനെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ 2 ആഴ്ച ഇവിടെ റൂവിനെ പിടിക്കാൻ പാടില്ല എന്ന് മടവൂര് പറഞ്ഞു. വിഷണ്ണനായിക്കൊണ്ട് മലക്കുൽ മൗത്ത് അള്ളാന്റെ അടുത്ത് പരാതി പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറയണം എന്താ ചെയ്യാ, അതിപ്പോ നമ്മളെ അബദ്ധമാണല്ലോ എന്ന് പറഞ്ഞിട്ട് റൂവ് പിടിക്കാൻ വേണ്ടി അള്ളാഹ് മലക്കിനെ പറഞ്ഞേക്കുക. അവിടുന്ന് മടവൂര ഇങ്ങോട്ട് ആട്ടുക. എന്നിട്ട് അള്ളാഹ് നിസ്സഹായനായി നിൽക്കുക. ഇവരുടെ അള്ളാഹിനെ കൊച്ചാക്കിയിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. പിന്നെ 2 മാസത്തിന് മയന്നെ വേണ്ടെന്ന് പറഞ്ഞു ആര്? വീരാവുലിയ പാപ്പ. അപ്പൊ വീരാവുലിയ പാപ്പ പറഞ്ഞപ്പോ ഇതേപോലെ മീക്കായിൽ ചെന്നിട്ട് അള്ളാഹിന്റെ അടുത്ത് പരാതി പറഞ്ഞു. എന്താ മീക്കായിൽ എങ്ങോട്ട് പോന്നു? ഞാൻ മഴ ഇപ്പിക്കാൻ വേണ്ടി പറഞ്ഞേച്ചല്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങളാ ചെങ്ങായിണ്ടല്ല ആ വീരാവുലിയ പാപ്പ ആ ചെങ്ങായിനൊന്ന് അടക്കി നിർത്തി, എന്നാലും അവിടെ മഴ പെയ്യിക്കാൻ പറ്റുള്ളൂ. അച്ചങ്ങായി മഴ പെയ്യിപ്പിക്കാൻ സമ്മതിക്കണില്ല എന്ന്. അപ്പൊ അള്ളാഹ്ക്കുണ്ട് അടക്കി നിർത്താൻ കഴിയണോ? ബല വിശ്വസിക്കണം അള്ളാഹ്ക്ക്. കാരണം ഔലിയാക്കളുടെ മുമ്പിൽ പരാജയം സംഭവിക്കണം അള്ളയാണ്. പല മാലകളും മൗലൂദുകളിലുള്ളത്, പല കഥകളിലുള്ളത്, പല കറാമത്ത് കഥകളിലുള്ളത്. ഇത് അള്ളാഹിനെ കൊച്ചാക്കി സംസാരിക്കണത്. ഇനി മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ കൊച്ചാക്കി സംസാരിക്കുന്നത് കേട്ടോളി. ആ നബീനെ കൂടെ വന്നവര് നിങ്ങളും ഇനിയും പോലത്തെ മനുഷ്യന്മാരല്ലായിരുന്നു, ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്ക് ഇത് മണ്ണും കല്ലുമാണ്, ഇതൊരു കുന്തം അല്ലാന്ന് അവർക്കറിയാം. ഓരോട് പോയി എടാ മണ്ണും കല്ലും പൊളിഞ്ഞാടിയിട്ട് തിരിഞ്ഞു നോക്കിയോ? ആ മനുഷ്യന്റെ ഉമ്മാനെ കൊണ്ടുവന്നാക്കിയിട്ടല്ലേ അതുണ്ടാക്കിയത്? ആയിരക്കണക്കായ നബിമാര് തിരിഞ്ഞു നോക്കിയോ? എന്താണടാ പൊട്ടന്മാരെ പോലെ ഇരിക്കണ? എടാ ഇത്ര വലിയ ഈ കഅബ ആയിരക്കണക്കായ കൊല്ലം പൊളിഞ്ഞാടി കടന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയോ? പറയടാ പൊട്ടന്മാരെ പോലെ ഇരിക്കാതെ.
ഈ എത്ര നബിമാർ ഇവിടെ ഉണ്ടായടോ? തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം അടക്കം തിരിഞ്ഞു നോക്കിയോ? അല്ല വലിയ ആളായി താങ്ങി പിടിച്ച് പറയണ്ടല്ലോ ഇബ്രാഹിം. തിരിഞ്ഞു നോക്കിയോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ചാണ് ഈ ഷെയ്ത്താൻ ഇത് പറയണത്. എന്ത്? ആരുടെ ഇബ്രാഹിം? വലിയ ആളായി താങ്ങി പിടിച്ച് കൊണ്ടെടുക്കണ്ടല്ലോ ഇബ്രാഹിം. ഓ, ഇബ്രാഹിം കഴിഞ്ഞോ? ഏത് ഇബ്രാഹിം? ഇവന്റെ അയലോക്കത്തുള്ള ഇബ്രാഹിം കാക്കാനെ കുറിച്ചല്ലേ ഈ പറയണത്. ലോക മുസ്ലിങ്ങൾ ആദരിക്കുന്ന മില്ലത്ത് ഇബ്രാഹിം. നമ്മൾ ഇബ്രാഹിം നബിന്റെ മില്ലത്താണ് നമ്മള്. ആ ഇബ്രാഹിം നബി, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കുറിച്ചാണ് ഇവൻ പറയണത്. ആരുടെ വലിയ ആളായി താങ്ങി പിടിച്ചുകൊണ്ടിരിക്കണ്ട ഇബ്രാഹിം? പിന്നെ ആരോടോ ഞങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കേണ്ടത്? അന്നെ പോലത്തെ പിരാന്തന്മാരെ തന്നെ. അപ്പൊ അള്ളാഹു ആദരിച്ച നബിമാരും കൊച്ചാക്കി സംസാരിക്കുക. ഇനി മലക്കുകളെ കൊച്ചാക്കണുണ്ടോ? അപ്പൊ അവർക്ക് നടക്കാത്തൊരു എന്ത് നടക്കുന്ന ചോദിക്കാൻ തന്നെ പാടില്ല. എന്തും നടക്കും. കാരണം അവരുടെ ഒരു ശ്വാസം പോലും ഔലിയാക്കളല്ലാത്ത ജിന്ന ഇൻസിന്റെ എല്ലാവരുടെയും ഇബാദത്തിനേക്കാൾ വലുതാണ് അവരുടെ ഒരു ശ്വാസം. അവർക്ക് മാലിക്കെന്ന മലക്കിനോട് പറയാ. എന്ത് മാലിക്കെന്ന മലക്കിനോട് പറയാ? പിന്നെ നിങ്ങൾ മാലിക്കൊക്കെ തന്നെ. പക്ഷെ എൻ്റെ മുരീദന്മാർ വരുമ്പോൾ പഠിപ്പിക്കരുതിട്ടാ, ഒന്ന് മാറി കൊടുക്കണേ. ഇതാർക്ക് പറയാ? നരകത്തിൽ എൻ്റെ മൂരിതാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോർ. ആർക്ക് പറയാ? ആർക്ക് പറയാ? ഷെയ്ഖ് അബ്ദുൽ ഖാദർ പറയടോ, അത് അള്ളാന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ രാജാവാണ്. അവർക്ക് എന്താ പറയുന്നതിന്? എന്താ വിചാരിച്ചേ? എന്താ നീ പറയണത്? അപ്പോ മലക്കുൽ മൗത്തിന്റെ പണി ബ്ലോക്കാക്കി, മീകായിലിന്റെ പണിയും ബ്ലോക്കാക്കി. ഇനിയിപ്പോൾ ആരാണ്? മാലിക്, നരകത്തിന്റെ കാവൽക്കാരൻ. ആ മാലിക്കിനോട് പറയണേ, സംഗതി നിങ്ങൾ മലക്കൊക്കെ തന്നെയാണ്, പക്ഷെ നിങ്ങൾ നിലക്കട നിന്നോളി, ഞമ്മളെ മുരീദിന്റെ മക്കിട്ട് കയറാൻ പറ്റ, ഞമ്മളെ മുരീദിനെ പേടിപ്പിക്കരുതിട്ടാണ്. ഇവിടെ ഹംക്ക് എന്നോട് ചോദിക്കട്ടെ, നിങ്ങളെ മുരീദ് എന്തിനാ നരകത്തിന്റെ ഭാഗത്ത് കറങ്ങി തിരിഞ്ഞടക്കണത്? എന്തിനത്? നിങ്ങളെ മുരീദാര് നരകത്ത് കടക്കൂല എന്നാണ് വിശ്വാസം. ഇനി നരകത്തേക്ക് ഏത് മുരീദ് എന്ന് കഴിഞ്ഞാൽ പിന്നെ മാലിക്കിന്റെ പണി, മലക്കിന്റെ പണി അവൻ ഇക്കിളിട്ട് ചിരിപ്പിക്കല, കോമഡി പറഞ്ഞ് ചിരിപ്പിക്കല. എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ അള്ളാഹ് ഏൽപ്പിച്ച ദൗത്യം മുഴുവൻ ചെയ്യും. ഇനി നിങ്ങളെ മുരീദന്മാര് നരകത്തേക്ക് വരുമ്പോൾ മാലിക് ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഓനെ പട്ടുമത്തിലേക്ക് എടുത്തിറക്കി താരാട്ടുപാടി ഉറക്കേ. അതിനാണോ നരകം? ഹമാക്കത്തുകൾ പറയുന്നേ. സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹുവിനെ കൊച്ചാക്കുന്ന, അള്ളാഹുവിന്റെ നബിമാരെ കൊച്ചാക്കുന്ന, മലക്കുകളെ കൊച്ചാക്കുന്ന, പരിശുദ്ധ കഅബയെ കൊച്ചാക്കുന്ന, ഹറമിനെ കൊച്ചാക്കുന്ന ഒരു നാടൻ ദജ്ജാലാണ് ഇവൻ. എന്നിട്ട് ഇവന്റെ പ്രവചനം, ഇവന്റെ കറാമത്ത്, ഇവന്റെ പോരിശും തോലിച്ച് നടക്കാണ് കോമ്. മുണ്ടാതെ അവിടെ ഇരുന്നോളി. നിങ്ങൾ ഓനെ കറാമത്ത് വല്ലാതെ നമ്മളോട് പറയിപ്പിക്കണ്ട. കുറേ ഉണ്ട് ഇവിടെ പറയാൻ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യാം. അപ്പൊ സഹോദരങ്ങളെ, ഈ വിഷയകരമായി നമുക്ക് പറയാനുള്ളത്, ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ വിഷയത്തിലായാലും, ആ യുദ്ധം ഇസ്ലാമും ഇസ്ലാമിന്റെ ശത്രുക്കളും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ കാര്യത്തിലായാലും കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വിലയിരുത്താൻ. നമ്മൾ ഇതിൽ രണ്ട് തമ്മാടികളുടെയും കൂടെയല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും തമ്മാടിയാണ്, ഇറാനും തമ്മാടിയാണ്, കാംനയും കണക്കാണ്, നെതന്യാഹും കണക്കാണ്. രണ്ട് ഗുണ്ടകൾ, രണ്ട് പോക്കിരികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു പോക്കിരി ആദ്യം പോയി, ഇനി അടുത്ത പോക്കിരി ലോക തമ്മാടി ബെഞ്ചമിൻ നെതന്യാഹു. അവനും അള്ളാഹു തക്കതായ ശിക്ഷ കൊടുക്കട്ടെ. അവൻ കാരണം നരകയാതന അനുഭവിച്ച, പീഡനം അനുഭവിച്ച മുസ്ലിം സഹോദരങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല അള്ളാഹു. അവന് ഈ ഭൂമിയിൽ തന്നെ നിന്ദ്യമായ പര്യവസാനം അള്ളാഹു നൽകട്ടെ. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഇവിടുത്തെ മൗദൂദിസ്റ്റുകൾ മീഡിയ വൺ ചാനലിൽ ഇരുന്നു കൊണ്ട് അന്തിച്ചർച്ച നടത്തുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളെ കൃത്യമായി വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കണം. മൗദൂദിസ്റ്റുകൾ പറയുന്നത് എന്താണ്? ഇറാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ്, കാംനായി മുസ്ലിം നേതാവാണ്, അയാളുടെ മരണം അയാൾ ഷഹീദാണ്. ഇതിലൊന്നും വഞ്ചിതരാകരുത്. നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഇറാൻ ഇസ്രായേലിന്റെ സ്ഥാനത്ത് ഇറാനായിരുന്നുവെങ്കിൽ, അമേരിക്കയുടെ സ്ഥാനത്ത് ഇറാനായിരുന്നുവെങ്കിൽ, ലോക 1-ാം നമ്പർ ശക്തി ഇറാനായിരുന്നുവെങ്കിൽ, സൗദി അറേബ്യയെയും പരിശുദ്ധ കഅബയെയും ഹറമിനെയും അവർ എന്നോ തകിടുപൊടിയാക്കി നശിപ്പിക്കുമായിരുന്നു. ഇന്നവർക്കതിന് കഴിയാത്തോണ്ടാണ്. നമ്മുടെ ഹജ്ജും ഉംറയും ഇബാദത്തുകളും എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ആ മഹത്തായ രാജ്യത്തെയും ആ പരിശുദ്ധ ഭവനങ്ങളെയും ഇവന്മാർ തകർത്ത് തരിപ്പണമാക്കുമായിരുന്നു. സൗദി അറേബ്യ വെറുതെന്നല്ല ഇറാനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. അവർക്കറിയാം ഇതെന്താ സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വികാരജീവികളായി കാര്യങ്ങളെ വിലയിരുത്താതെ വിവേകത്തോടു കൂടി മുന്നോട്ട് പോവുക. അതാണ് സലഫികളുടെ റൂട്ട്. തൽക്കാലം ഈ വിഷയമായി ഇത്രമാത്രമാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.